ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള സ്പെൻസർ ലൈഫ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റ്. എഡ്മണ്ട് സ്പെൻസർ വാസ് ബോൺ ഇൻ ലണ്ടൻ ഇൻ 16th century. 16th century 16ാം നൂറ്റാണ്ടിൽ ലണ്ടനിലാണ് എഡ്മണ്ട് സ്പെൻസർ ജനിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദ ഗ്രേറ്റ് പോയറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ ഗ്രേറ്റ് പോയറ്റ്സ് ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ നല്ലൊരു ഗ്രേറ്റ് പോയറ്റാണ് ആര്? എഡ്മണ്ട് സ്പെൻസർ. എഡ്മണ്ട് സ്പെൻസറുടെ പോയംസിലെ റൈറ്റിങ്സിലെ സബ്ജക്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലവ്, ബ്യൂട്ടി, ബ്യൂട്ടിഫുൾ ലേഡി ആൻഡ് പാസ്റ്ററൽ. എന്താണ് ലവ്? അതല്ല അദ്ദേഹത്തിൻ്റെ കവിതകളിലെ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്? ലവ്, പ്രണയം, ബ്യൂട്ടി, മനോഹാരിത, ബ്യൂട്ടിഫുൾ ലേഡി, ഭംഗിയുള്ള സ്ത്രീകൾ, ആൻഡ് പാസ്റ്ററൽ. പാസ്റ്ററൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണത എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവയൊക്കെ ആയിരുന്നു എഡ്മണ്ട് സ്പെൻസറിന്റെ കവിതകളിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകളിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. ലിറ്റററി മൂവ്മെന്റ്, അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിലെ ലിറ്റററി മൂവ്മെന്റ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് റിനസൻസ് ആൻഡ് പെട്രാർക്കിസം. ഇംഗ്ലീഷ് റിനസൻസും പെട്രാർക്കിസും ആണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ലിറ്റററി മൂവ്മെന്റ് ആയിട്ട് ഉള്ളത്. ഹി ബിലോങ്സ് ടു ദ ലേറ്റർ ഹാഫ് ഓഫ് 16th century. അദ്ദേഹം എങ്ങനെയാണ്? ലേറ്റർ ഹാഫ് ഓഫ് 16th century 16ാം നൂറ്റാണ്ടിലെ ലേറ്റർ ഹാഫിലാണ് അദ്ദേഹം ബിലോങ് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെട്ടിട്ടുള്ളത്. ദിസ് വാസ് ദ പീരിയഡ് ഓഫ് എലിസബത്ത് ഫസ്റ്റ് റെയിൻ. ഇംഗ്ലണ്ട് വാസ് എ സ്ട്രോങ് നേഷൻ. എന്താണ്? ദിസ് വാസ് ദ പീരിയഡ് ഓഫ് എലിസബത്ത് ഫസ്റ്റ് റെയിൻ. അതായത് എഡ്മണ്ട് സ്പെൻസറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആരുടെ റെയിനിന്റെ കാലഘട്ടമാണ്? എലിസബത്ത് ഫസ്റ്റ്. എലിസബത്ത് ഒന്നിന്റെ ഭരണ കാലഘട്ടത്തിലാണ് എഡ്മണ്ട് സ്പെൻസർ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് എന്താണ്? ഇംഗ്ലണ്ട് വാസ് എ സ്ട്രോങ് നേഷൻ. ആ എലിസബത്ത് ഫസ്റ്റിന്റെ റെയിനിന്റെ പീരിയഡിൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ് നേഷൻ ആയിട്ട് ആണ് കണക്കാക്കപ്പെട്ടുള്ളത്. ദ uniting and integrating role of Henry VIII is at the turn of the 16th century. എന്താണ്? The uniting and integrating role of Henry VIII. ഹെൻറി എയ്റ്റിന്റെ യൂണിറ്റിങ്ങും ഇന്റഗ്രേറ്റിങ്ങും ആയിട്ടുള്ള റോൾ എന്താണ്? ഒരു 16th centuryയിലേക്ക് ടേൺ ചെയ്തു എന്നാണ് പറയുന്നത്. ഹെൻറി 7 and 8's rule was the foundation of stable and progressive England. എന്താണ്? ഹെൻറി 7ന്റെയും ഹെൻറി 8ന്റെയും ഭരണകാലഘട്ടം എന്ന് പറഞ്ഞത് എന്താണ്? വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേബിൾ ആൻഡ് പ്രോഗ്രസീവ് ഇംഗ്ലണ്ട്. ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേബിളായിട്ടും അതേപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു ഹെൻറി 7ന്റെയും ഹെൻറി 8ന്റെയും ഭരണകാലഘട്ടം. ഫൗണ്ടേഷൻ ഓഫ് സ്റ്റേബിൾ ആൻഡ് പ്രോഗ്രസീവ് ഇംഗ്ലണ്ട്. The initial years of the Elizabeth's rule raised hopes of prosperity. എന്താണ്? ഇനീഷ്യൽ ഇയർ ഓഫ് എലിസബത്ത് റൂൾ. എലിസബത്തിന്റെ ഭരണകാലഘട്ടത്തിന്റെ ആദ്യത്തെ ആ ഒരു വർഷങ്ങൾ, ഇനീഷ്യൽ ഇയേഴ്സ്, ആദ്യത്തെ വർഷങ്ങൾ എന്തായിരുന്നു? റൈസ്ഡ് ഹോപ്സ് ഓഫ് പ്രോസ്പിരിറ്റി അതായത് പ്രോസ്പിരിറ്റിക്കുള്ള ഒരു പ്രതീക്ഷകൾ വളരെയധികം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു എലിസബത്ത് റൂളിന്റെ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത്, വർഷങ്ങൾ. ദാറ്റ് ഇയർ ഇംഗ്ലണ്ട് മൂവ്ഡ് ഇൻ എ സ്റ്റഡീഡ് എക്കണോമിക് പാത്ത്. ഇംഗ്ലണ്ട് ഫേസ്ഡ് എ ക്രൈസിസ് ഇൻ നാഷണൽ സ്ട്രക്ചർ. എന്താണ്? ആ ഒരു വർഷത്തിൽ, അതായത് എലിസബത്ത് റെയിനിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ഇയറിൽ ഇംഗ്ലണ്ട് മൂവ്ഡ് ഇൻ എ സ്റ്റഡീഡ് എക്കണോമിക്, അത് സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് പാത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വർഷമാണ് എലിസബത്തിന്റെ ഭരണകാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ എന്താണ്? ഇംഗ്ലണ്ട് ഫേസ്ഡ് എ ക്രൈസിസ് ഇൻ നേഷണൽ സ്ട്രക്ചർ. ഒരു നേഷണൽ സ്ട്രക്ചറിൽ അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്രൈസിസ് നേരിടേണ്ടി വന്നു. ഐഡിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഇഷ്യൂ ഹങ് അപ്പോൺ ദ ക്യൂൻസ് സപ്പോസ്ഡ് അൺഅക്സെപ്റ്റബിലിറ്റി. എന്താണ്? ക്യൂനിന്റെ സ്വീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തിന് ആണ്? ഐഡിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഇഷ്യൂ ഹങ് അപ്പോൺ ദ ക്യൂൻ സപ്പോസ്. ആ ഒരു എലിസബത്തിന്റെ അൺഅക്സെപ്റ്റബിലിറ്റി ആണ് ഈ ഇഷ്യൂസിന് കാരണം എന്നാ പറഞ്ഞത്. ഐഡിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഇഷ്യൂ hung upon the queen's supposed unacceptability. The crisis occurred because of Henry VIII's
policies that divided the English society. എന്താണ് ഈ ക്രൈസിസ് ഒക്കർ ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ ക്രൈസിസ്? ഇതിന്റെ ഇങ്ങനെ ഈ ഒരു ക്രൈസിസ് കൾച്ചറൽ ഇഷ്യൂവും അതേപോലെ ഈ നാഷണൽ സ്ട്രക്ചറിനൊക്കെ ഒരു ക്രൈസിസ് നേരിട്ടു എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൻറി എയ്ത്തിന്റെ കുറച്ച് പോളിസീസ്, ഹെൻറി എയ്ത്ത് ആ കാലഘട്ടത്തിൽ കുറച്ച് പോളിസീസ് കൊണ്ടുവന്നു. അതാണ് ഈ ഒരു ക്രൈസിസിന് കാരണം എന്നാ പറയുന്നത്. ആ ഒരു ക്രൈസിസ്, അദ്ദേഹത്തിന്റെ പോളിസീസ് വന്നത് കാരണം ക്രൈസിസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്തായി? ഇംഗ്ലീഷ് സൊസൈറ്റി ഡിവൈഡ് ചെയ്തു. സ്പെൻസേഴ്സ് റോൾ ഇൻ ദിസ് പീരിയഡ് ഓഫ് ക്രൈസിസ് വാസ് ടു പ്രസന്റിംഗ് the idea of England as an integrated nation under the rule of Elizabeth. എന്താണ് സ്പെൻസറുടെ റോള്? സ്പെൻസേഴ്സ് റോൾ ഇൻ ദിസ് പീരിയഡ് ഓഫ് ക്രൈസിസ് വാസ് ടു പ്രസന്റിംഗ് ദ ഐഡിയ ഓഫ് ഇംഗ്ലണ്ട് ആസ് എൻ ഇന്റഗ്രേറ്റഡ് നേഷൻ അണ്ടർ ദ റൂൾ ഓഫ് എലിസബത്ത്. സ്പെൻസറിന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു റോൾ ഉണ്ടായിരുന്നു. എന്താണ് റോൾ ഇൻ ദിസ് പീരിയഡ് ഓഫ് ക്രൈസിസ്? ആ ക്രൈസിസിന്റെ പീരിയഡിൽ സ്പെൻസറിന് ഒരു റോൾ ഉണ്ടായിരുന്നു. അതെന്താണ്? പ്രസന്റിംഗ് ദ ഐഡിയ ഓഫ് ഇംഗ്ലണ്ട് ആസ് എൻ ഇന്റഗ്രേറ്റഡ് നേഷൻ അണ്ടർ ദ റൂൾ ഓഫ് അതായത് എലിസബത്തിന്റെ ഭരണ കാലഘട്ടത്തിലെ ഉള്ള ആ ഒരു കാര്യങ്ങൾ പ്രസന്റ് ചെയ്യായിരുന്നു. ഐഡിയ ഓഫ് ഇംഗ്ലണ്ട് ആസ് ആൻ ഇന്റഗ്രേറ്റഡ് നേഷൻ. ആ ഒരു എലിസബത്തിന്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് നേഷൻ ആണ് എന്നുള്ള ആ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യുക എന്നുള്ള റോളായിരുന്നു ആർക്ക്? സ്പെൻസർക്ക് ആ ഒരു ക്രൈസിസ് പീരിയഡിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ദ ഫെയറി ക്യൂൻ ദ ഗ്രേറ്റ് എപ്പിക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പോർഷൻ ആണ്. ദ ഫെയറി ക്യൂൻ അദ്ദേഹത്തിന്റെ ഒരു എപ്പിക് പോയമാണ്. In this epic, Spencer wrote the Queen's image as a subject of great regard and idealization. ഈ ഒരു എപ്പിക്ക് ദ ഫെയറി ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എപ്പിക്കിൽ എന്താണ് സ്പെൻസർ എന്താണ് എഴുതിയിട്ടുള്ളത്? ക്യൂൻസ് ഇമേജ് ആസ് എ സബ്ജക്ട് ഓഫ് ഗ്രേറ്റ് റിഗാർഡ് ആൻഡ് ഐഡിയലൈസേഷൻ. ക്യൂൻ എലിസബത്തിന്റെ ഒരു നല്ലൊരു ഗ്രേറ്റ് റിഗാർഡും ഐഡിയലൈസേഷനും ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. In the great poem, Elizabeth is an example of mythification. She is projected as beauty par excellence and a woman of many talent. എന്താണ്? In this great poem, ഈ ദ ഫെയറി ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് എപ്പിക് പോയത്തിൽ എലിസബത്ത് ഒരു മിത്തിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഷീ ഈസ് പ്രൊജക്റ്റഡ് ആസ് ബ്യൂട്ടി പാർ എക്സലൻസ്. ബ്യൂട്ടി മാത്രമല്ല, എക്സലൻസോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു മെനി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വിമൺ ആയിട്ടാണ് സ്പെൻസർ ദ ഫെയറി ക്യൂണിലെ എലിസബത്തിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതും. ഇംഗ്ലണ്ട് വേർഷിപ്പ് ഹർ. ഇംഗ്ലണ്ടിലെ ജനങ്ങളെ ഒരു ക്യൂൻ എന്ന നിലയിലും മാത്രമല്ല അവളുടെ കഴിവുകളിലും ഒക്കെ അവര് വേർഷിപ്പ് ചെയ്തിരുന്നു ക്യൂൻ എലിസബത്തിനെ. There was a kind of magical aspect of her personality. എന്താണ് അവളുടെ, അതായത് ക്യൂൻ എലിസബത്തിന്റെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു മാജിക്കൽ ആസ്പെക്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ക്യൂൻ എലിസബത്തിനെ വേർഷിപ്പ് ചെയ്തിരുന്നത്. He transformed a genius who paved the way of unending success and long-standing inspiration. എന്താണ്? He transformed a genius. സ്പെൻസർ ഒരു ജീനിയസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. എന്തുകൊണ്ട്? ഹു പാവ്ഡ് ദ വേ ഓഫ് അൺഎൻഡിങ് സക്സസ് ആൻഡ് ലോങ് സ്റ്റാൻഡിങ് ഇൻസ്പിറേഷൻ. ഒരു ലോങ് സ്റ്റാൻഡിങ് ഇൻസ്പിറേഷൻ ഉള്ളത് കൊണ്ടും അതേപോലെ ഒരു അൺഎൻഡിങ് അവസാനിക്കാത്ത ഒരു സക്സസ് നമുക്ക് അതിനൊക്കെയുള്ള ഒരു വഴി വെട്ടിത്തെളിച്ചത് കാരണം തന്നെ അദ്ദേഹത്തെ ഒരു ജീനിയസ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഹി വാസ് ദ ഗ്രേറ്റ് നാഷണലിസ്റ്റ് പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട്. എന്താണ്? ഇംഗ്ലണ്ടിലെ ഒരു ഗ്രേറ്റ് നാഷണലിസ്റ്റ് പോയറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഹി വാസ് ദ ഗ്രേറ്റ് നാഷണലിസ്റ്റ് പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട്. ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സ്പെൻസർ ലൈഫ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെൻസറിന്റെ ലൈഫ് ചെറിയൊരു പോർഷൻ, അതേപോലെ ഒരു ഫെയറി ക്യൂന്റെ ചെറിയൊരു ഡീറ്റെയിൽ കുറച്ചൊക്കെ ഉള്ള ഒരു ഇതാണ് ഇതിൽ ഉള്ളത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂറോപ്യൻ തോട്ട്. ഈ സ്പെൻസർ ആൻഡ് ലൈഫ് ആൻഡ് വർക്കിലെ യൂറോപ്യൻ തോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനാണ് എടുക്കാൻ പോകുന്നത്. ട്രാൻസിഷൻ ഫ്രം മിഡിൽ ഏജ്, അതായത് ട്രാൻസിഷൻ ഫ്രം മിഡിൽ ഏജ് എന്നുള്ള ഒരു ട്രാൻസിഷൻ്റെ ഭാഗങ്ങളാണ് ഇനി എടുക്കാൻ പോകുന്നത്. Transition of Europe from the Dark Ages to the thought-provoking era of Renaissance and Reformation. Transition of Europe from the Dark Age.
ഡാർക്ക് ഏജ്, ട്രാൻസിഷൻ ഓഫ് യൂറോപ്പിന്റെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? ഫ്രം ദ ഡാർക്ക് ഏജിൽ നിന്ന് ഏതിലേക്കാണ് ട്രാൻസിഷൻ ചെയ്യുന്നത് യൂറോപ്പ്? ടു ദ തോട്ട് പ്രൊവോക്കിംഗ് എറാ ഓഫ് റിനയസൻസ് ആൻഡ് റിഫോർമേഷൻ. തോട്ട് പ്രൊവോക്കിംഗ്, അതായത് ചിന്തകളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടം. എന്തിനെ? ഓഫ് റെനസൻസ് ആൻഡ് റിഫോർമേഷൻ. റിഫോർമേഷന്റെയും റെനസൻസിന്റെയും തോട്ട് പ്രൊവോക്കിംഗ് എറയിലേക്കാണ് ഡാർക്ക് ഏജിൽ നിന്ന് യൂറോപ്പ് എത്തി നിൽക്കുന്നത്. ഡ്യൂറിംഗ് ദ പീരിയഡ് all the texts could not absorb the framework of Christianity discarded by scholars. സ്കോളേഴ്സ് ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫ്രെയിം വർക്ക് ഒന്നും ആരും അബ്സോർബ് ചെയ്യുന്നില്ല. ആ ഒരു റെനസൻസ് ആൻഡ് റിഫോർമേഷന്റെ പീരിയഡിൽ സ്കോളേഴ്സ് ഒന്നും ഡിസ്കാർഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, അബ്സോർബ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ പീരിയഡ് ഓൾ ദ ടെക്സ്റ്റ് കുഡ് നോട്ട് അബ്സോർബ്. അവിടെ ആ കാലഘട്ടത്തിലുള്ള ടെക്സ്റ്റുകൾ, എല്ലാ ടെക്സ്റ്റുകളൊന്നും ക്രിസ്ത്യാനിറ്റിനെ ഡിസ്കാർഡ് ചെയ്യുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഡിസ്കാർഡഡ് ബൈ സ്കോളേഴ്സ് ഡിസ്കാർഡ് ചെയ്തിട്ടില്ല ക്രിസ്ത്യാനിറ്റിനെയൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മേജർ കൺസേൺ ഓഫ് ദ മിഡിൽ ഏജ് ഹാഡ് ടു എലാബറേറ്റ് ദ ആസ്പെക്ട് ഓഫ് മൊറാലിറ്റി that include the miracle associated with the life of Christ. എന്താണ്? Major concerns of the middle age had to elaborate the aspect of morality that include the miracle associated with the life of Christ. Major concern of middle ageന്റെ major concerns എന്തൊക്കെയാണെന്നാ പറയണത്? had to elaborate the aspect of morality. മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിനെ എലാബറേറ്റ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? മിഡിൽ ഏജ് എന്ന് പറയുന്നതിന്റെ മേജർ കൺസേൺ. ദാറ്റ് ഇൻക്ലൂഡ് ചെയ്തത് എന്തിനൊക്കെയാണ്? മിറാക്കിൾ അസോസിയേറ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. നമുക്കറിയാം ക്രൈസ്റ്റ്, ഇപ്പൊ ആർക്കും അറിയാത്തതുണ്ടാവില്ല. ക്രൈസ്റ്റിന്റെ ബർത്ത് എന്ന് പറഞ്ഞത് മിറാക്കിൾ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉയർത്തെഴുന്നേൽപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മിറാക്കിൾ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതാണ് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ് ദ മിറാക്കിൾ അസോസിയേറ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന്റെ, യേശുവിന്റെ ജീവിതത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മിറാക്കിളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൊറാലിറ്റിനെ എലാബറേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്തിന്റെ കൺസേൺ? മിഡിൽ ഏജിന്റെ മേജർ ആയിട്ടുള്ള കൺസേൺ എന്നാണ് പറയുന്നത്. മിഡിൽ ഏജ് ഫോക്കസ്ഡ് ഓൺ തിയോളജി. മിഡിൽ ഏജ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? തിയോളജി, ക്രൈസ്റ്റ്. അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് ആയിരുന്നു അവർക്കെല്ലാം. അത് തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം എന്നാണ് അർത്ഥം. മിഡിൽ ഏജ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? തിയോളജിനെയാണ് മിഡിൽ ഏജ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിറ്റി വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് നോളജ്. തിയോളജി ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മിഡിൽ ഏജിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് തിയോളജി, ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടില് ദൈവം എന്ന് പറഞ്ഞത് ക്രൈസ്റ്റ് ആണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയാണ് അവരുടെ നോളേജിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞത്. ബൈബിള്, ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ നോളേജ്, അറിവിന്റെ മെയിൻ സോഴ്സ്. നല്ല ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്ത്യാനിറ്റി. പ്ലേറ്റോനെ അറിയില്ലേ? ഹീസ് എ റൈറ്റർ. പ്ലേറ്റോ ബിലീവ്ഡ് ദാറ്റ് മാൻ വിത്ത് എഫേർട്ട് കുഡ് അറ്റൈൻ യൂണിയൻ വിത്ത് ഗോഡ്. എന്താണ് പ്ലേറ്റോ എന്താ പറയുന്നത്? പ്ലേറ്റോ അതേപോലെ ആ കാലഘട്ടത്തിലെ ഒരു റൈറ്ററാണ്. പ്ലേറ്റോ ബിലീവ്ഡ് ദാറ്റ് മാൻ വിത്ത് എഫേർട്ട് എടുക്കുന്ന അതായത് എഫേർട്ട് എടുക്കുന്ന മനുഷ്യന്മാര് അവരാണ് കുഡ് അറ്റൈൻ ദ യൂണിയൻ വിത്ത് ഗോഡുമായിട്ട് യൂണിയൻ ഉണ്ടാവുന്നത് ആർക്കാണ്? എഫേർട്ട് എടുക്കുന്ന മനുഷ്യന്മാരാണ് ഗോഡുമായിട്ട് യൂണിയൻ ഉണ്ടാവുന്നതാണ് ആര് വിശ്വസിക്കുന്നത്? പ്ലേറ്റോ വിശ്വസിക്കുന്നത് എന്താണ്? ദാറ്റ് മാൻ വിത്ത് എഫോർട്ട് ചെയ്യുന്ന അതായത് മനുഷ്യന്മാരാണ് അറ്റൈൻ ചെയ്യുന്നത്? യൂണിയൻ വിത്ത് ഗോഡ്, ഈശ്വരനുമായിട്ടുള്ള ആ ഒരു യൂണിയന് അറ്റൈൻ ചെയ്യുന്നത് എഫേർട്ട് എടുക്കുന്ന മനുഷ്യന്മാരാണെന്നാണ് പ്ലേറ്റോ ബിലീവ് ചെയ്യുന്നത്. ദിസ് ഐഡിയ നോട്ട് ഫേവേഴ്സ് ദ മിഡിൽ ഏജ്. ഈ ഐഡിയ, അതായത് പ്ലേറ്റോന്റെ ഈ ഐഡിയ, മാൻ വിത്ത് എഫേർട്ട് കുഡ് അറ്റൈൻ ദ യൂണിയൻ വിത്ത് ഗോഡ്, അതായത് എഫേർട്ട് എടുക്കുന്ന മനുഷ്യന്മാർ മാത്രമാണ് ഗോഡുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ആ ഒരു ഐഡിയ മിഡിൽ ഏജസിലെ ആൾക്കാർ ഫേവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. നോട്ട് ഫേവർ ദ മിഡിൽ ഏജ്, ദേ സീൻ ഗോഡ് ടു ബി ദ സേവിയർ. എന്തായിട്ടാണ് മിഡിൽ ഏജിലെ ആൾക്കാർ എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ഗോഡിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്?
സേവിയർ, രക്ഷകനായിട്ടാണ് ഗോഡിനെ മിഡിൽ ഏജിലെ ആൾക്കാർ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേറ്റോന്റെ ആ ഒരു വിശ്വാസം മിഡിൽ ഏജിലെ ആൾക്കാർ ഫേവർ ചെയ്യുന്നില്ല. ആൻഡ് ദേ സീ ഗോഡ് ടു ബി സേവിയർ ആയിട്ടാണ് ഗോഡിനെ കണക്കാക്കണേ. ആൻഡ് മാൻ എറ്റേണലി ഡിപ്പെൻഡഡ് ഓൺ ഹിം, അതായത് ഹ്യൂമൻ എറ്റേണലി ഡിപ്പെൻഡഡ് ഓൺ ഹിം, അതായത് ഗോഡിനെ എറ്റേണലി അകമഴിഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യണം എന്നാണ് ആര് വിശ്വസിക്കുന്നത്? മിഡിൽ ഏജിലെ ആൾക്കാർ. അവർ വിചാരിക്കുന്നത് ഗോഡ് എന്ന് പറഞ്ഞത് സേവിയർ ആയിട്ടും പിന്നെ നമ്മളെ എറ്റേണലി മുഴുവനായിട്ടും കാലം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്? ഗോഡിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് മിഡിൽ ഏജിലെ ആൾക്കാർ ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. മോറിസ് ഇവാൻ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഒബ്സർവ് ചെയ്യണത് എന്താന്ന് നോക്കൂ. ടു medieval period the fall of Adam left the humans so weak. He said the best safety is in the flight. എന്താ പറയണേ? മോറിസ് ഇവാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? ടു medieval പീരിയഡിൽ എന്താ പറ്റുന്നത്? ദ ഫോൾ ഓഫ് ആദത്തിന്റെ ഫോൾ. ആദത്തിനെ നമുക്ക് എല്ലാവർക്കും പരിചയം. നമ്മൾ ക്രിസ്ത്യൻ ബിലീവില് ആദം ആൻഡ് ഹവ്വയാണ് ഫസ്റ്റ് മാനായിട്ട് കണക്കാക്കുന്നത് ആദത്തിനെയാണ്. ആദത്തിന്റെ ഫാള്, ആദത്തിന്റെ ആ ഒരു തകർച്ച അല്ലെങ്കിൽ വീഴ്ച എന്തിനെയാണ് ബാധിച്ചത്? നമ്മളെ ഹ്യൂമനെ വല്ലാതെ അധികം തകർത്തിയിട്ടുണ്ട് എന്നാണ് മോറിസ് ഇവാൻ പറഞ്ഞത്. മിഡീവിയൽ പീരിയഡ് ദ ഫാൾ ഓഫ് ആദം ലെഫ്റ്റ് ദി ഹ്യൂമൻസ് ഓഫ് വീക്ക്. മിഡീവിയൽ പീരിയഡിൽ ഹ്യൂമന്റെ വീക്ക് എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻസ് വീക്കായെന്നാ പറഞ്ഞത്? ഫാൾ ഓഫ് ആദം. ആൻഡ് ഹി സെഡ് ദാറ്റ് the best safety is in the flight. ബെസ്റ്റ് സേഫ്റ്റി എന്താന്നാണ് പറയുന്നത്? ഫ്ലൈറ്റ് ആയിട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്, അതായത് പാലായനം ചെയ്യാൻ പറഞ്ഞില്ല നമ്മൾ, അതാണ് ബെസ്റ്റ് സേഫ്റ്റി എന്നാണ് പറഞ്ഞത്. ഫോൾ ഓഫ് ആദം ഫോൾ ചെയ്തപ്പോൾ നമ്മൾ ആ ഹ്യൂമൻ ജനറേഷൻ നമ്മൾ വീക്ക് ആയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ എന്താ പറഞ്ഞത്? മോറിസ് ഇവാൻ ബെസ്റ്റ് സേഫ്റ്റി ഈസ് ഇൻ ദ ഫ്ലൈറ്റ്. പാലായനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സേഫ്റ്റി. നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാന്നുള്ളതാണ് ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറഞ്ഞത്. ബിക്കോസ് ഓഫ് ദ ഫോൾ ഓഫ് ആദം, സെലിബസി, സെൽഫ് ഡിനയൽ ആൻഡ് പ്രയേഴ്സ് ആർ ദ തിയററ്റിക്കൽ ഐഡിയ ഓഫ് മിഡിൽ ഏജ്. സെലിബസി എന്താണ്? ബ്രഹ്മചര്യത്തിനെയാണ് സെലിബസി എന്ന് പറയുന്നത്. നമ്മൾ കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ആ ഒരു ഇതിനെയാണ് സെലിബസി എന്ന് പറയുന്നത്. ആൻഡ് സെൽഫ് ഡെനിയൽ ആൻഡ് പ്രയേഴ്സ്, പ്രാർത്ഥനകളും ആത്മവിശ്വാസവും അതേപോലെ ബ്രഹ്മചര്യവും അതൊക്കെയാണ് എന്ത് തിയററ്റിക്കൽ ഐഡിയ ആയിട്ട് മിഡീവിയൽ പീരീഡിലെ ജനങ്ങൾ കണക്കാക്കി പോന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസിഷൻ ഫ്രം മിഡിൽ ഏജിൽ നിന്നുള്ള ട്രാൻസിഷനിൽ പറയുന്നത്. എന്തൊക്കെയാണ് ട്രാൻസിഷനിൽ? പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യം ഡാർക്ക് ഏജ് ആയിരുന്നു. ഡാർക്ക് ഏജിൽ നിന്ന് നമ്മൾ അതൊരു റെനസൻസ്, തോട്ട് പ്രൊവോക്കിംഗ് റെനസൻസ് ആൻഡ് റിഫോർമേഷനിലേക്ക് എത്തിപ്പെട്ടു. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി, ഗോഡ് എന്ന് പറഞ്ഞത് നമ്മുടെ സേവിയർ ആയിട്ടും അങ്ങനെയൊക്കെ കണക്കാക്കപ്പെടുന്നത്. തിയോളജിയാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അതായത് ദൈവശാസ്ത്രമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അതിലും ഇമ്പോർട്ടൻറ്റ് ക്രിസ്ത്യാനിറ്റിയാണ്. ഇതൊക്കെയാണ് നമ്മൾ ട്രാൻസിഷൻ ഫ്രം മിഡിൽ ഏജിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ലൈവ് ക്ലാസ്സിലോ ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം റിനസൻസ് ആണ്. അതായത് സ്പെൻസർ ലൈഫ് ആൻഡ് വർക്ക് എന്നുള്ള യൂണിറ്റിലെ റിനസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഇൻ ഇറ്റലി, റിനസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം, അതിന്റെ മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനാണ്. ഇൻ ഇറ്റലി, മൂവ്മെന്റ് ഓഫ് ഹ്യൂമനിസം ബിഗാൻ ഇൻ 13th century. ഇറ്റലിയിലെ മൂവ്മെന്റ് ഓഫ് ഹ്യൂമനിസം എന്ന് പറയുന്നത് ബിഗാൻ ചെയ്തത് എപ്പോഴാണ്? 13th century. 13th centuryയിലാണ് മൂവ്മെന്റ് ഓഫ് ഹ്യൂമനിസം ബിഗാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. എവിടെ? ഇറ്റലിയിൽ. Italy was open to ideas and cultures. Italy shared trade relations with East. Interaction with East increased the scope of modernization. Italy was open to ideas and culture. Italy എങ്ങനെയാണ്? ഐഡിയാസിനും കൾച്ചറിനും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ആൻഡ് ഇറ്റലി ഷെയർഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് ഈസ്റ്റുമായിട്ട് ഇറ്റലിക്ക് ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. ഇന്ററാക്ഷൻ വിത്ത് ഈസ്റ്റ് ഇൻക്രീസ് ദ സ്കോപ്പ് ഓഫ് മോഡേണൈസേഷൻ. അതായത് ഇറ്റലി ഷെയർഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഈസ്റ്റ്, അതായത് ഇറ്റലി ഈസ്റ്റുമായിട്ട് ഒരു ട്രേഡ് റിലേഷൻ
സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദ ഇന്ററാക്ഷൻ, ആ ഇറ്റലിയും ഈസ്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ത് വർദ്ധിപ്പിച്ചു? സ്കോപ്പ് ഓഫ് മോഡേണൈസേഷനുള്ള സ്കോപ്പ് വർദ്ധിച്ചു കൊടുത്തു. ഡ്യൂറിങ് ദിസ് ടൈം ഗ്രീക്ക് റൈറ്റിംഗ് വാസ് എമേർജ്ഡ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഗ്രീക്ക് റൈറ്റിംഗ് എമേർജ് ചെയ്തിട്ടുള്ളത്, അതായത് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ്. 13th സെഞ്ചുറി ഇറ്റലി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഹ്യൂമനിസം ബിഗാൻ ചെയ്തിട്ടുള്ള കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് ഗ്രീക്ക് റൈറ്റിംഗ് എമേർജ് ചെയ്തിട്ടുള്ളത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ഇൻ 15th സെഞ്ചുറി കോൺട്രിബ്യൂട്ടഡ് ദ ഫ്ലഡ് ഓഫ് ബുക്ക്. ഇൻട്രൊഡക്ഷൻ ടു പ്രിന്റിംഗ് പ്രസ്സുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് 15th സെഞ്ചുറിയിലാണ്. 15th സെഞ്ചുറിയിൽ തുടങ്ങിയിട്ടുള്ള ആ പ്രിന്റിംഗ് പ്രസ് കാരണം എന്താണ്? കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്ലഡ് ഓഫ് ബുക്ക്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ ഒരു പ്രളയം, പ്രവാഹം എന്നൊക്കെ പറയില്ല, അത് ബുക്കുകൾ. ആ ഒരു പ്രിന്റിംഗ് പ്രസ് 15th സെഞ്ചുറിയിൽ പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് എന്തുണ്ടായി? കുറേ അധികം ബുക്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഹ്യൂമനിസം എൻറ്റേർഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് തോട്ട്. ഹ്യൂമനിസം ആ ഒരു പ്രിന്റിംഗ് പ്രസിന്റെയും അതായത് ഫ്ലഡ് ഓഫ് ബുക്കിന്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് എന്തുണ്ടായി ഹ്യൂമനിസത്തിന്? എൻറ്റേർഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് തോട്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും തോട്ട്, ചിന്തകളും ഇംഗ്ലീഷ് പഠനവും ഒക്കെ ഹ്യൂമനിസത്തിൽ എൻ്റർ ചെയ്തു തുടങ്ങി. റിനയസൻസ്, ദ റീബർത്ത് ഓഫ് ലേണിംഗ് ഇൻ 16th സെഞ്ചുറി ഇംഗ്ലണ്ട്. റിനയസൻസ് എന്ന് പറഞ്ഞാൽ, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റീബർത്ത് ഓഫ് ലേണിംഗ്, പഠനത്തിന്റെ ഒരു ബർത്ത് അല്ല, റീബർത്ത് ആണ് എന്താ റിനയസൻസ് എന്ന് പറഞ്ഞത്. റീബർത്ത് ഓഫ് ലേണിംഗ് എപ്പോഴാണ് അത് തുടങ്ങിയിട്ടുള്ളത്? 16th സെഞ്ചുറി ഇംഗ്ലണ്ടിലാണ് റിനയസൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റിനയസൻസ് പറഞ്ഞാൽ എന്താണ്? ദ റീബർത്ത് ഓഫ് ലേണിംഗ്. 16th സെഞ്ചുറി ഇംഗ്ലണ്ടിലാണ് റിനയസൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഗാവ് ന്യൂ ലൈഫ് ടു ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. എന്താണ് ഇത്? റിനയസൻസ് പറഞ്ഞാൽ റീബർത്ത് ഓഫ് ലേണിങ്ങിനെ പറ്റിയിട്ടാണ് റിനയസൻസിൽ പറഞ്ഞത്. അതെന്താണ്? ഇറ്റ് ഗാവ് ന്യൂ ലൈഫ് ടു ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. ഒരു ലിറ്ററേച്ചറിനും ആർട്ടിനും ഒരു പുതിയൊരു ജീവൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ള റിനയസൻസ്. റിനയസൻസ് റെഫേർഡ് ടു ദി റെവല്യൂഷണറി മൂവ്മെന്റ്. റിനയസൻസ് എന്താണ് റെഫർ ചെയ്യുന്നത്? ഒരു റെവല്യൂഷണറി മൂവ്മെന്റ് ആയിട്ടാണ് റിനയസൻസിനെ കണക്കാക്കപ്പെടുന്നത്. റിനയസൻസിലാണ് വന്നത്? പ്രിന്റിംഗ് പ്രസ് വന്നത്. അതോടുകൂടി കുറെ ബുക്സ് വന്നു. അതുകൊണ്ട് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസും തോട്ട്സ്, ബുക്ക്, ലിറ്ററേച്ചർ, ആർട്ട്, ഇതിലൊക്കെ ഒരു പുതിയൊരു എറ കൊണ്ടുവന്നത് എന്താണ്? റിനയസൻസ്. അതുകൊണ്ട് തന്നെ എന്താണ് റിനയസൻസ് റെഫേർഡ് ടു ദ റെവല്യൂഷണറി മൂവ്മെന്റ്. റെവല്യൂഷണറി മൂവ്മെന്റ് ആയിട്ടാണ് റെവല്യൂഷണറി മൂവ്മെന്റ് റെഫർ ചെയ്യുന്നുണ്ട് റിനയസൻസ് കാലഘട്ടത്തിൽ. ദ ഡിസ്കവറി ഓഫ് ദ ലോസ്റ്റ് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ലാറ്റിൻ and Greek literature also created a new understanding people in England. Discovery of the lost texts of classical ടെക്സ്റ്റുകളുടെ ഡിസ്കവറി, ക്ലാസിക്കൽ ടെക്സ്റ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾ എന്തിനൊക്കെ വഴി തെളിച്ചു? ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ലിറ്ററേച്ചർ ഓൾസോ ക്രിയേറ്റഡ് ഇൻ എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ പറ്റിയും ജനങ്ങളുടെ അവസ്ഥയെ പറ്റിയും ഒരു നല്ലൊരു പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ്, അവരിന്ന് എന്താണ് ഏതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേ ക്രിയേറ്റ് ചെയ്തു. ദ ഡിസ്കവറി ഓഫ് ലോസ്റ്റ് ടെക്സ്റ്റസ് ഓഫ് ക്ലാസിക്കൽ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ലിറ്ററേച്ചർ. ലാറ്റിനും ഗ്രീക്കും ക്ലാസിക്കൽ ലിറ്ററേച്ചറുകളുടെ ഡിസ്കവറി ഒരു പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ്, ഇംഗ്ലണ്ടിലെ ജനങ്ങളെ പറ്റിയുള്ള പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. ഇൻ റിനയസൻസ് എഡ്യൂക്കേഷൻ റിസീവ്ഡ് ഇമ്മൻസ് ഇമ്പോർട്ടൻസ്. ഇൻ റിനയസൻസിന്റെ കാലഘട്ടത്തിൽ എന്താണ്? എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞു. എഡ്യൂക്കേഷനും ലേണിംഗും ഒക്കെയാണ് റിനയസൻസിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞത്. ഇൻ റിനയസൻസ് എഡ്യൂക്കേഷൻ റിസീവ്ഡ് ഇമ്മൻസ് ഇമ്പോർട്ടൻസ്. നല്ലൊരു ഇമ്പോർട്ടന്റ് എന്തിനു വന്നു? എഡ്യൂക്കേഷന് വന്നു. എന്തിന്റെ കാലഘട്ടത്തിൽ? റിനയസൻസിന്റെ കാലഘട്ടത്തിൽ. ഹ്യൂമനിസ്റ്റ് ബിലീവ് ദാറ്റ് education and learning help to achieve one's best self. ഹ്യൂമനിസ്റ്റുകൾ എന്താണ്? ഹ്യൂമനിസം എന്ന് പറഞ്ഞത് ഹ്യൂമനിസ്റ്റുകൾ എന്താണ് ബിലീവ് ചെയ്തിരുന്നത്? ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് ഹെൽപ്പ് ടു അച്ചീവ് വൺസ് ബെസ്റ്റ് സെൽഫ്. അതായത് ഹ്യൂമനിസ്റ്റ് വിശ്വസിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷനും
ലേണിങ്ങും. വിദ്യാഭ്യാസവും പഠനവും ഒക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ടു അച്ചീവ് വൺസ് ബെസ്റ്റ് സെൽഫ്. ഒരു വ്യക്തിയുടെ ഒരു ബെസ്റ്റ് നല്ല ഒരു വ്യക്തിത്വത്തിന് എന്ത് അച്ചീവ് ചെയ്യാൻ സഹായിച്ചു? ഒരു വ്യക്തിയുടെ ബെസ്റ്റ് സെൽഫിനെ നല്ലൊരു സെൽഫിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹ്യൂമനിസം എഡ്യൂക്കേഷനും ലേണിങ്ങും സഹായിച്ചു എന്നാണ് ഹ്യൂമനിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത്. ഹ്യൂമനിസ്റ്റ് ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് ഹെൽപ്പ് ടു അച്ചീവ് വൺ സെൽഫ്. ഒരു വ്യക്തിയുടെ ഒരു ബെസ്റ്റ് നല്ല ഒരു പാർട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്ത്? എഡ്യൂക്കേഷനും ലേണിങ്ങും. റിനൈസൻസ് ബിലീവ്ഡ് ഇൻ ദ പവർ ഓഫ് ബുക്ക്. റിനൈസൻസ് ബിലീവ് ചെയ്യുന്നത് എന്തിനാന്നാ പറഞ്ഞത്? പവർ ഓഫ് ബുക്ക്. ബുക്കിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ പവർ ഒക്കെയാണ് റിനൈസൻസ് കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആൾക്കാർ വിശ്വസിച്ച് പോന്നിട്ടുള്ളത്. ബിലീവ്ഡ് ഇൻ ദ പവർ ഓഫ് ബുക്ക്. അവർ ബിലീവ് ചെയ്യുന്നത് എന്തിലാണ്? പവർ ഓഫ് ബുക്ക് എന്ന് പറഞ്ഞതാണ് അവർ ആ ഒരു ടൂളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരു പവർ ഓഫ് ടൂളായിട്ട് കണക്കാക്കുന്ന ബുക്കുകളാണ്. എ വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ ലീഡിങ് ടു എ ഹയർ ലൈഫ്. എ വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്തിലേക്ക് വഴിതെളിച്ചു? ലീഡിങ് ടു എ ഹയർ ലൈഫ്, ഒരു ഹയർ ലൈഫിലേക്ക് വഴിതെളിച്ചു. അതിപ്പോൾ നമുക്ക് തന്നെ അറിയാം, എഡ്യൂക്കേഷൻ ഉള്ളവരുടെ അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പല ആളുകളായിട്ട് ഇടപഴകാനും പേടിയില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. തന്നെയാണ് പറഞ്ഞത് എ വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ ലീഡിങ് ടു എ ഹയർ ലൈഫ്. നല്ലൊരു ഉയർന്ന ഒരു ജീവിതത്തിലേക്ക് എഡ്യൂക്കേഷന് നയിച്ചു എന്നുള്ളതാണ് പറയുന്നത് റിനൈസൻസ് പീരിയഡിൽ. ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇൻ സിഡ്നി ആൻഡ് സ്പെൻസർ ഈസ് ഡിഫറെന്റ് ഫ്രം മോഡേൺ ഇംഗ്ലീഷ്. സിഡ്നി, സ്പെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റേഴ്സ്, അവരുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, അവരുടെ വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് ഫ്രം മോഡേൺ ഇംഗ്ലീഷ്. മോഡേൺ ഇംഗ്ലീഷിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു സിഡ്നിയുടെയും സ്പെൻസറുടെയും റൈറ്റിംഗ് സ്റ്റൈൽ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിഡീവിയൽ ആൻഡ് ദ മോഡേൺ വേൾഡ് was human being are actively participating. The major difference between medieval and modern world. Medieval and അതായത് മിഡിൽ കാലഘട്ടത്തിലെ മോഡേൺ വേൾഡിന്റെയും മേജർ ഡിഫറൻസ് എന്താണ്? വാസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. മിഡീവിയൽ കാലഘട്ടത്തിൽ ഹ്യൂമൻ ബീയിങ്സ് ഒന്നും അത്രയുണ്ട് ആക്റ്റീവ് ആയിരുന്നില്ല. ഒരു കാര്യത്തിലും അങ്ങനെ വല്ലാണ്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്തിരുന്നില്ല. പക്ഷേ മോഡേൺ വേൾഡിലേക്ക് വന്നപ്പോഴേക്ക് ജനങ്ങൾ കുറേയൊക്കെ ഓരോരോ പൊതു കാര്യങ്ങളിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി, ഓരോന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മിഡീവിയൽ ആൻഡ് മോഡേൺ വേൾഡ്. ഇൻ വൺസ് ലൈഫ് ടു മോഡിഫൈ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ലേബർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരാളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? ടു മോഡിഫൈ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ലേബർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഒരാളുടെ സ്ട്രെങ്ത് മോഡിഫൈ ചെയ്തു. എന്തിന്? ഓഫ് ഹിസ് ലേബറിലും, അതായത് അവരുടെ ജോലിയിലും അവരെടുക്കുന്ന തീരുമാനത്തിലൊക്കെ ഒരു സ്ട്രെങ്ത് മോഡിഫൈ ചെയ്യാൻ കഴിഞ്ഞു ഈ റിനൈസൻസും ബുക്സിന്റെ ഒക്കെ വരവ് കാരണം. ബുക്ക് ഓഫ് കോർട്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് കാസ്റ്റിംഗ്ലോൺ എഴുതിയതാണ്. 1528 1528 കാസ്റ്റിംഗ്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, റൈറ്റർ, ബുക്ക് ഓഫ് കോർട്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ഇൻ 1561. ഇംഗ്ലീഷിലേക്ക് ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് 1561. ഡ്യൂറിങ് ദാറ്റ് ടൈം റിനൈസൻസ് വാസ് അറ്റ് ഇറ്റ്സ് പീക്ക്. ആ ഒരു കാലഘട്ടത്തിൽ 1561 ആ ഒരു കാലഘട്ടത്തിൽ റിനൈസൻസ് അത് അതിന്റെ പീക്കിലേക്ക് എത്തി എന്നാ പറഞ്ഞത്. അത് അത്രയും ഹയർ ലെവലിലേക്ക് എത്തി കഴിഞ്ഞു. റിനൈസൻസ് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കുറച്ച് കാര്യങ്ങൾ ആ ഒരു 15th സെഞ്ചുറിയിൽ ആ ഒരു പീക്കിലേക്ക് എത്തി. ഈ ദ കമ്മിങ് ഓഫ് കാസ്റ്റിംഗ്സ്, ദ ബുക്ക് ഓഫ് കോർട്ടിയർ എന്ന് പറഞ്ഞ അതിൻ്റെയൊക്കെ ശേഷം ദ ബുക്ക് ഈസ് എ മാനുവൽ ടു മെൻ. ഇറ്റ് എക്യുപ്ഡ് in the art and music as well as the affair of political and warfare. എന്താണ്? the book is a manual to men. അതായത് ദ കാസ്റ്റിംഗ്ലോണിന്റെ ബുക്ക് ഓഫ് കോർട്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് എന്താണ്? മാനുവൽ ടു മെൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനുവൽ ആയിരുന്നു. മാനുവലാണ് എന്ത്? ഇറ്റ് എക്യുപ്ഡ് ഇൻ ആർട്ട് ആൻഡ് മ്യൂസിക്. ആർട്ടിനെയും മ്യൂസിക്കിനെയും സംഗീതത്തെയും കലയെയുമാണ് അത് എക്യൂപ്പ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് ദ അഫെയർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് വാർഫെയർ.
അതേപോലെ തന്നെ ഇതില് ആ ബുക്ക് ഓഫ് കോർട്ടിയർ എന്ന് പറഞ്ഞ ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻ ദ ആർട്ട് ആൻഡ് മ്യൂസിക്, ആർട്ടിനെ പറ്റിയും മ്യൂസിക്കിനെ പറ്റിയും പറഞ്ഞു. അതേപോലെ തന്നെ ആസ് വെൽ ആസ് അഫെയർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് വാർഫെയർ, പൊളിറ്റിക്സിനെ പറ്റിയും വാർഫെയറിനെ പറ്റിയും ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ദ റൈറ്റർ. ആർട്ട് ആൻഡ് മ്യൂസിക് ആസ് വെൽ ആസ് അഫെയർ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് വാർഫെയർ. പൊളിറ്റിക്സ് എന്താ ഒക്കെ നമുക്കറിയാലോ, പൊളിറ്റിക്സിനെ പറ്റിയും വാർഫെയറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. In his book he says that one should learn the skill of oratory and be a soldier at the same time, and one should learn the art of being a poet, painter and musician. എന്താണ് ബുക്കിൽ പറയുന്നത്? ഇൻ ഹിസ് ബുക്ക്, ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി സേസ് ദാറ്റ് വൺ ഷുഡ് ലേൺ ദ സ്കിൽ ഓഫ് ഒറേറ്ററി ആൻഡ് ബി എ സോൾജിയർ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ സോൾജിയർ, ഒരു പട്ടാളക്കാരനാവാനും അതേപോലെ ഒരു ഒറേറ്ററി പഠിക്കാനുള്ള സ്കില്ല് ഒരേ സമയം നമ്മൾ ലേൺ ചെയ്യണം എന്നാണ് ബുക്ക് ഓഫ് കോർട്ടിയറിൽ കാസ്റ്റിംഗ്ലോൺ പറയുന്നത്. എന്തൊക്കെയാണ്? in his book he says that one should learn the skill of oratory. Oratory എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഭാഷണം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിന് ഒറേറ്ററി പറയാം. അതായത് നമുക്ക് പ്രസംഗിക്കാനുള്ള ഒക്കെ കഴിവില്ലേ അതിന്. അതേപോലെ ഒറേറ്ററിയും സോൾജിയറും ഒരേ സമയം ലേൺ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് വൺ ഷുഡ് ലേൺ ദ ആർട്ട് ഓഫ് ബീയിങ് പോയറ്റ്, പെയിന്റർ ആൻഡ് മ്യൂസീഷ്യൻ. അതേപോലെ വൺ ഷുഡ്, ഒരാൾ എന്ത് പഠിക്കണം? ലേൺ ദ ആർട്ട് ഓഫ് ബീയിങ് എ പോയറ്റ്, ഒരു പോയറ്റ് ആയിരിക്കേണ്ടതും പെയിന്റർ ആയിരിക്കേണ്ടതും മ്യൂസീഷ്യൻ ആയിട്ടുള്ള ആർട്ട് പഠിക്കണം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഇപ്പം നമ്മൾ ഇത്രയും കാര്യം നോക്കുന്നത് റിനൈസൻസ് ആണ്. റിനൈസൻസിന്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് റിഫോർമേഷൻ, നവീകരണം. അത് നവോത്ഥാനം, ഇത് നവീകരണം. റിഫോർമേഷൻ, റിനൈസൻസും റിഫോർമേഷനും നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പോർഷൻ ആണ് റിഫോർമേഷൻ. റിഫോർമേഷൻ ഈസ് എ മൂവ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലിങ്ക്ഡ് വിത്ത് ഗോഡ്. ഇറ്റ് കോസ് upheaval in Europe in the early 16th century. എന്താണ്? റിഫോർമേഷൻ ഈസ് എ മൂവ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലിങ്ക് വിത്ത് ഗോഡ്. റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും നേരം നമ്മൾ റിനസൻസ് എന്താ പറഞ്ഞത്? ബുക്കുകളെയും ലേണിങ്ങിനെയും എഡ്യൂക്കേഷനെ പറ്റിയാണ്. റിഫോർമേഷനിൽ പറഞ്ഞത് എന്താണ്? ഈസ് എ മൂവ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലിങ്ക് വിത്ത് ഗോഡ്. ഒരു വിശ്വാസത്തിന്റെയും ദൈവത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു മൂവ്മെന്റ് ആണ് റിഫോർമേഷൻ. And it caused upheaval in Europe in the early 16th century. യൂറോപ്പില് 16th സെഞ്ചുറിയിലെ 16ാം കാലഘട്ടത്തിലെ ആദ്യ ഭാഗത്ത് എന്താണ്? ഇതൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. റിഫോർമേഷൻ എന്ന് പറഞ്ഞ ഇതുവരെ നമ്മൾ ബുക്കുകളെ പറ്റി പഠിച്ചു. റിഫോർമേഷനിൽ എന്താണ്? ഫെയ്ത്ത് ഓഫ് ഗോഡ് ആൻഡ് ലിങ്ക് വിത്ത് ഗോഡ്. ഗോഡിനായിട്ട് ദൈവത്തോടുള്ള അടുത്തുള്ള കാര്യങ്ങളും വിശ്വാസമാണ് റിഫോർമേഷൻ എന്ന് പറഞ്ഞത്. അതിലെന്താണ്? ഇറ്റ് കോസ് upheaval in Europe in the early 16th century. 16th സെഞ്ചുറിയുടെ ആദ്യ ഭാഗത്ത് യൂറോപ്പിൽ അതൊരു വിപ്ലവം സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. വിപ്ലവത്തിന് കാരണമായി. ഇറ്റ് ഹിറ്റ് ദ റോമൻ കാത്തോലിക് ചർച്ച്. അതെന്താണ്? റോമൻ കാത്തോലിക് ചർച്ചിനെ വല്ലാതെ ഹിറ്റ് ചെയ്തു. അല്ലാതെ അവർക്ക് അതൊരു അടിയായി എന്നാ പറഞ്ഞത് റിഫോർമേഷൻ. ഇറ്റ് ഹിറ്റ് ദ റോമൻ കാത്തോലിക് ചർച്ച്. റോമൻ കാത്തോലിക് ചർച്ചിനെ അതൊരു പ്രശ്നമായി മാറി. മാർട്ടിൻ ലൂതർ റൈറ്ററാണ്. ദ അഡ്വക്കേറ്റ്സ് ഓഫ് റിഫോർമേഷൻ. ആരാണ്? മാർട്ടിൻ ലൂതർ റിഫോർമേഷന്റെ ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു റൈറ്ററാണ്. ബിലീവ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിച്വൽ സ്ട്രഗിൾ ആൻഡ് സാൽവേഷൻ. മാർട്ടിൻ ലൂതർ എന്താ പറഞ്ഞത്? ബിലീവ് ചെയ്യുന്നത് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ആൻഡ് സ്പിരിച്വൽ സ്ട്രഗിൾ ആൻഡ് സാൽവേഷൻ. മാർട്ടിൻ ലൂതർ ദ അഡ്വക്കേറ്റ് ഓഫ് റിഫോർമേഷൻ, റിഫോർമേഷന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള, അതായത് റിഫോർമേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആളാണ് മാർട്ടിൻ ലൂതർ. ഹി ബിലീവ്ഡ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് ഗോഡിനെ പറ്റിയുള്ള ഇന്നർ എക്സ്പീരിയൻസ്, അതേപോലെ സ്പിരിച്വൽ സ്ട്രഗിൾ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ദൈവികപരമായിട്ടുള്ള സ്ട്രഗിളുകൾ, സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മുക്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? മാർട്ടിൻ ലൂതർ അഡ്വക്കേറ്റ്സ് ദ റിഫോർമേഷൻ, ബിലീവ്ഡ് റിഫോർമേഷന്റെ
അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ ബിലീവ് ചെയ്യുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് ഇന്നർ എക്സ്പീരിയൻസ്, ഇൻഡിവിജ്വലിന്റെ ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്, സ്പിരിച്വൽ സ്ട്രഗിൾ ആൻഡ് സാൽവേഷൻ, ഇതിലൊക്കെയാണ് മാർട്ടിൻ ലൂതർ വിശ്വസിച്ചിരുന്നത്. ഒരു വ്യക്തിയുടെ ഗോഡുമായിട്ടുള്ള ഇന്നർ എക്സ്പീരിയൻസ്, ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, അത്, പിന്നെ സ്പിരിച്വൽ സ്ട്രഗിൾ, ദൈവികപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ, അത് സാൽവേഷൻ, മുക്തി, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് മാർട്ടിൻ ലൂതർ ബിലീവ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഐഡിയാസ് ഓഫ് പ്രൊട്ടസ്റ്റന്റാനിസം. അതെന്താണ്? പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ ഒരു ഐഡിയാസ് ആണ് ഇതൊക്കെ. എന്തൊക്കെ? എക്സ്പീരിയൻസ്, ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്, സ്പിരിച്വൽ സ്ട്രഗിൾ ആൻഡ് സാൽവേഷൻ. ഇൻ ഇറ്റ് faith was based on the words of the Bible and it can interpreted by one's own way. എന്താണ് പറയുന്നത്? ഇതെന്ന് പറഞ്ഞത് ഗോഡുമായിട്ട് ലിങ്ക്, റിഫോർമേഷൻ പറഞ്ഞാല് ഫെയ്ത്ത്, വിശ്വാസവും ഗോഡിനെയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് റിഫോർമേഷനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇൻ ഇറ്റ്, ഇതില് റിഫോർമേഷനില് ഫെയ്ത്ത് വാസ് ബേസ്ഡ് ഓൺ ദ വേർഡ്സ് ഓഫ് ബൈബിൾ. ബൈബിളിലെ വേർഡ്സ് ആണ് ബൈബിളിലെ വേർഡ്സിനെയാണ് ബേസ് ചെയ്തിരുന്നത്. ഇൻ ഇറ്റ് ഫെയ്ത്ത് വാസ്, വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ്? ബൈബിളിലെ വേർഡ്സിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇൻ ഇറ്റ് ഫെയ്ത്ത് വാസ് ബേസ്ഡ് ഓൺ ദ വേർഡ്സ് ഓഫ് ബൈബിൾ, ബൈബിളിലുള്ള വചനങ്ങളെ സംബന്ധിച്ചാണ് വിശ്വാസം ഇരിക്കുന്നത് എന്നാണ് റിഫോർമേഷനിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഇന്റർപ്രറ്റഡ് ബൈ വൺസ് ഓൺ വേ, ഇത് നമുക്ക് നമ്മളുടെ തന്നെ വഴിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. The church or the priest as a mediator between God and human being, no importance for the Protestants. എന്താണ് ഇത്? ഗോഡിലും ചർച്ചിലും ബൈബിളിലൊക്കെ വിശ്വസിക്കാൻ അവരതാണ് റിഫോർമേഷൻ പറഞ്ഞാല്. ദ ചർച്ച് എന്താണെന്ന് അറിയാലോ? പള്ളി, ക്രിസ്ത്യൻ പള്ളീസ് അങ്ങനെയാണ് ചർച്ച് പറയാ. ചർച്ച് ആൻഡ് ദ പ്രീസ്റ്റ് പറഞ്ഞാല് വൈദികൻ, അതേപോലെ ചർച്ച്, പ്രീസ്റ്റ്, ഇവരൊക്കെ എന്താണ്? മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്, ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ചർച്ചിനെയും പ്രീസ്റ്റിനെയും ഈ കാലഘട്ടത്തിൽ, റിഫോർമേഷന്റെ കാലഘട്ടത്തിൽ വിശ്വസിച്ച് പോന്നിരുന്നു, കണക്കാക്കപ്പെടുന്നത്. മീഡിയേറ്റർ ആയിട്ടാണ്, ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചർച്ചും പ്രീസ്റ്റുമാണ് ഗോഡിന്റെയും, അതായത് ദൈവത്തിന്റെയും മനുഷ്യന്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. നോ ഇമ്പോർട്ടൻസ് ഫോർ പ്രൊട്ടസ്റ്റൻസിന് ഒരു ഇമ്പോർട്ടൻസും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ട്രാൻസാക്ഷൻ വിത്ത് വാസ് പോസിബിൾ ത്രൂ ദ ബൈബിൾ. എന്താണ്? ബൈബിളിലൂടെ നമുക്ക് ഗോഡുമായിട്ട് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ വരെ നടക്കുന്നതാണ് പറയുന്നത്. ഇൻ ഇംഗ്ലണ്ട് ദ റെയിൻ ഓഫ് ഹെൻറി VIII ദ നേച്ചർ ഓഫ് ചർച്ച് ചേഞ്ച്ഡ്. ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ്? ഹെൻറി VIII ഭരണകാലത്തിൽ എന്ത് പറ്റി? നേച്ചർ ഓഫ് ചർച്ച് ചേഞ്ച്ഡ്. ചർച്ചിന്റെ നേച്ചർ, അതായത് പള്ളിയുടെ നേച്ചർ, ആ ഒരു പള്ളിയുടെ മുഖച്ഛായ തന്നെ മാറി എന്ന് പറഞ്ഞത്. ആരുടെ റെയിൻ ഓഫ് ഹെൻറി VIII റെയിനില് ഇംഗ്ലണ്ടില് ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിന്റെ മുഖച്ഛായ തന്നെ മാറി. ഹി പാസ്ഡ് സം ആക്ട്സ് ഇൻ 1530. 1530 ഹെൻറി VIII കുറച്ച് ആക്ടുകൾ പാസ്ഡ് സം ആക്ടുകൾ കൊണ്ടുവന്നു. ബ്രോക്ക് ടൈസ് വിത്ത് റോമൻ കാത്തലിക് ചർച്ച് ആസ് സുപ്രീം റിലീജിയൻ അതോറിറ്റി. എന്താണ് അത് കാരണം? എന്ത് പറ്റി? കുറച്ച് ആക്ടുകൾ കൊണ്ടുവന്നത് 1530 ഹെൻറി VIII കുറച്ച് ആക്ടുകൾ കൊണ്ടുവന്നു. അതെന്തിനു കാരണമായി? ബ്രോക്ക് ടൈസ് വിത്ത് റോമൻ കാത്തോലിക് ചർച്ച് ആസ് സുപ്രീം റിലീജിയൻ അതോറിറ്റി. റോമൻ കാത്തോലിക് ചർച്ച് ഒരു സുപ്രീം റിലീജിയസ് അതോറിറ്റി ആയിട്ടുള്ള അതിനെ ബ്രോക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ബ്രോക്ക് ടൈസ് വിത്ത് റോമൻ കാത്തോലിക് ചർച്ച്, റോമൻ കാത്തോലിക് ചർച്ചുമായിട്ടുള്ള കണക്ഷൻ, ടൈപ്പ് ഉള്ളത് കട്ട് ചെയ്തു, ബ്രോക്ക് ചെയ്തു. ബ്രോക്ക് ടൈസ് വിത്ത് റോമൻ കത്തോലിക് ചർച്ച് ആസ് സുപ്രീം റിലീജിയൻ അതോറിറ്റി. ഒരു സുപ്രീം റിലീജിയൻ അതോറിറ്റി എന്ന രീതിയിലുള്ള റോമൻ കത്തോലിക് ചർച്ചിനോടുള്ള ടൈസ് ബ്രോക്ക് ചെയ്തു. എന്തുകൊണ്ട്? ഹെൻറി VIII 1530 കുറച്ച് ആക്ടുകൾ വന്നതോടുകൂടി റോമൻ കത്തോലിക് ചർച്ച്, ഒരു സുപ്രീം റിലീജിയസ് അതോറിറ്റി എന്നുള്ള രീതിയിലുള്ള റോമൻ കത്തോലിക് ചർച്ചുമായിട്ടുള്ള ടൈപ്പ് ബ്രോക്ക് ചെയ്തു.
പ്രൊട്ടസ്റ്റാനിസം ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ബ്രോക്ക് ചെയ്ത് ഹെൻറി എയ്റ്റിന്റെ ആ ഒരു റെയിനിന്റെ സമയത്ത് എന്ത് പറ്റി? പ്രൊട്ടസ്റ്റാനിസം ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. പ്രൊട്ടസ്റ്റാനിസം ആ ഒരു കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്തു, നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തു വന്നു, നല്ലൊരു പീക്ക് ലെവലിൽ എത്തിപ്പെട്ടു പ്രൊട്ടസ്റ്റാന്റിസം. With Reformation, new ideas of individual worth God and the writers think the individual as autonomy and capable of correcting one's behavior. എന്താണ് പറഞ്ഞത്? വിത്ത് ദ റിഫോർമേഷനോട് കൂടി എന്ത് വന്നു? ന്യൂ ഐഡിയാസ് ഓഫ് ഇൻഡിവിജ്വൽ, ഗോഡിനോട്ട് വർത്തായിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽ ഐഡിയാസ് ഒക്കെ ആ ഒരു റിഫോർമേഷനിൽ വന്നു. ആൻഡ് ദ റൈറ്റേഴ്സ് തിങ്ക്, റൈറ്റേഴ്സ് എന്താണ് വിചാരിക്കുന്നത്? ദ ഇൻഡിവിജ്വൽ ആസ് ഓട്ടോണമി. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓട്ടോണമിയാണ്, അതായത് സ്വയം കാര്യം എന്നുള്ള ആ ഒരു രീതിയിലാണ്. അല്ലാതെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മാത്രമല്ല, ഞാൻ എന്ന് പറഞ്ഞത് ഞാനാണ്, അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിലാണ് റൈറ്റേഴ്സ് ചിന്തിച്ചു തുടങ്ങിയത്. ആൻഡ് കാപ്പബിൾ ഓഫ് കറക്റ്റിംഗ് വൺസ് ബിഹേവിയർ. ആൻഡ് അതേപോലെ റിഫോർമേഷൻ എന്താണ്? ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ സ്വഭാവത്തെ തന്നെ കറക്റ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. റിഫോർമേഷനും റിനസൻസും ആണ് നമ്മൾ ഇത്രയും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. റിഫോർമേഷൻ ഈ നോട്ട്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയിരുത്തിട്ടുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കുക ലൈവ് ക്ലാസ്സസിലൊക്കെ. റിഫോർമേഷനും റിനസൻസും രണ്ടും ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റിഫോർമേഷനും റിനസൻസും. റിഫോർമേഷനിൽ എന്താണ് പറയുന്നത്? എഡ്യൂക്കേഷനും ലേണിങ്ങിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. റിഫോർമേഷനിൽ ഗോഡ്, ചർച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ദ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്പെൻസർ. സ്പെൻസറിൻ്റെ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. 16th century English poetry influences both native traditions and values of human-centered existence that came to wake of Renaissance. എന്താണ്? 16th century English poetry influenced both native and traditional values of human-centered existence that came to wake of Renaissance. എന്താണ്? 16th century, അതായത് 16ാം കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറഞ്ഞത് എന്താണ്? എന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ബോത്ത് നേറ്റീവ് ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹ്യൂമൻ സെൻറ്റേർഡ് എക്സിസ്റ്റൻസ്. എന്താണ്? നേറ്റീവ് ട്രഡീഷൻസ്, അതായത് നേറ്റീവ് ട്രഡീഷൻസും വാല്യൂസ് ഓഫ് ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള എക്സിസ്റ്റൻസിൻ്റെയും അതിൻ്റെയൊക്കെ വാല്യൂസും പിന്നെ നേറ്റീവ് ട്രഡീഷനുമാണ് എന്ത്? 16th century ഇംഗ്ലീഷ് പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 16th century 16ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത് എന്തിനൊക്കെയാണ്? ബോത്ത് ദ നേറ്റീവ് ട്രഡീഷനെയും വാല്യൂസ് ഓഫ് ഹ്യൂമൻ സെൻറ്റേർഡ് എക്സിസ്റ്റൻസ്. ഹ്യൂമനെ സെൻറ്റർ ചെയ്തിട്ടുള്ള എക്സിസ്റ്റൻസ്, നിലനിൽപ്പിൻ്റെയൊക്കെ വാല്യൂസിനെയാണ് 16th century ഇംഗ്ലീഷ് പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കെയിം ടു വേക്ക് ഓഫ് റിനസൻസ്. അതെന്താണ്? റിനസൻസിനെ ഉണർത്താനുള്ള ഒരു വേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് റിനസൻസിനെ ഒന്നും കൂടെ ഉണർത്തി എന്നാണ് പറയുന്നത്. എന്തൊക്കെ? നേറ്റീവ് ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹ്യൂമൻ സെൻറ്റേർഡ് എക്സിസ്റ്റൻസ്. ദീസ് ആർ ദ ഫോം ഓഫ് ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്പെൻസർ ആസ് എ പോയറ്റ്. എന്താണ് ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്പെൻസർ? എന്താണെന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ്? നേറ്റീവ് ട്രഡീഷൻസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹ്യൂമൻ സെൻറ്റേർഡ് എക്സിസ്റ്റൻസ്. അതാണ് സ്പെൻസർ. ഒരു പോയറ്റ് എന്ന രീതിയിൽ സ്പെൻസറുടെ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തൊക്കെയാണ്? നേറ്റീവ് ട്രഡീഷൻസ്, അതായത് നേറ്റീവ് ട്രഡീഷനും വാല്യൂസ് ഓഫ് ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, നിലനിൽപ്പിൻ്റെ വാല്യൂസും നേറ്റീവ് ട്രഡീഷൻസും ആണ് സ്പെൻസറിൻ്റെ ഇന്റലക്ച്വൽ, ഒരു പോയറ്റ് എന്ന രീതിയിൽ സ്പെൻസറിൻ്റെ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത്. ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ദ ഐഡിയ ഓഫ് നേഷണലിസം ഇവോക്ഡ് ഇൻ ഹിസ് വർക്ക്. ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എന്താണ്? ദ ഐഡിയ ഓഫ് നേഷണലിസം ഇവോക്ഡ് ഇൻ ഹിസ് വർക്ക്. സ്പെൻസറുടെ വർക്കിൽ എന്താണ്? ഐഡിയ ഓഫ് നേഷണലിസം എന്ന് പറഞ്ഞുള്ള ആ ഒരു ഐഡിയ
ഇവോക്ക് ചെയ്യപ്പെട്ടു എന്തിൽ? ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ത്രൂ ഹിസ് വർക്ക്. സ്പെൻസറുടെ വർക്കിൽ എന്തൊക്കെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്? ഐഡിയ ഓഫ് നേഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ ആണ് സ്പെൻസറുടെ വർക്കിൽ നമുക്ക് ഇവോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, അതിന്റെ ഫലമായി പോയട്രി ബിക്കം ആൻ എന്റർടൈനിങ് ആർട്ട് ഫോം. എന്താണ് പോയട്രി? എന്താ ഇതിന്റെ ഫലമായി എന്താണ്ടായത്? പോയട്രി ബിക്കം ആൻ എന്റർടൈനിങ് ആർട്ട് ഫോം. ഒരു എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ആർട്ട് ഫോം ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? പോയട്രിനെ. അതിന്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളതാണ് പോയട്രി ബിക്കം ആൻ എന്റർടൈനിങ് ആർട്ട് ഫോം. ആൻഡ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഗൈഡ് ദി നേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്തൊക്കെയാണ്? ദ സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഗൈഡ് ദ നേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. ഒരു ഇംഗ്ലണ്ട് പറഞ്ഞ നേഷനെയും അതേപോലെ അതിലെ ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ എന്തിനുള്ള ഗൈഡാണ്? സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷന്റെ ഒരു ഗൈഡും കൂടിയാണ്. ഗൈഡും ആയിട്ടും പിന്നെ ഒരു ആർട്ട് ഫോം എന്ന് പറഞ്ഞത് എന്റർടൈൻ ചെയ്യാനുള്ളതായിട്ടാണ് പോയട്രീനെ കണക്കാക്കുന്നത്. പോയട്രി ബിക്കംസ് ആൻ എന്റർടൈനിങ് ആർട്ട് ഫോം ആൻഡ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഗൈഡ് ദ നേഷൻസ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്തിനാണ് ഗൈഡ് ചെയ്യുന്നത്? നേഷനെയും അവരുടെ രാജ്യത്തെയും അതിലെ രാജ്യത്തെയും. ആൻഡ് പോയട്രി ബിക്കംസ് ആൻ എന്റർടൈനിങ് ആർട്ട് ഫോം. നമുക്കിനി അടുത്തത് പോയറ്റിക് പ്രാക്ടീസ് അറ്റ് ദ ടൈം. ആ ഒരു കാലഘട്ടത്തിലെ 16th സെഞ്ച്വറിയിലെ അല്ലെങ്കിൽ സ്പെൻസറുടെ കാലഘട്ടത്തിലെ പോയറ്റിക് പ്രാക്ടീസുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പോയറ്റിക് പ്രാക്ടീസ് at the time began with imitating the classics and so the imitation was a technique in literature. എന്തൊക്കെയാണ്? poetic practice at the time began with imitating the classicsനെ എന്താണ്? ഇമിറ്റേറ്റ് ചെയ്യാണ് എന്ത്? പോയറ്റിക് പ്രാക്ടീസ്. അങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പോയറ്റിക് പ്രാക്ടീസ് ബിഗാൻ ചെയ്തിട്ടുള്ളത്. സോ ഇമിറ്റേഷൻ വാസ് ദ ടെക്നീക്ക് ഇൻ ലിറ്ററേച്ചർ. ഇമിറ്റേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇമിറ്റേഷൻ വാസ് ദ ഇന്ററാക്ഷൻ ഇൻ ലിറ്ററേച്ചർ. ഇമിറ്റേറ്റ് ചെയ്യുക, നമ്മൾ അനുകരിക്കുക. അതാണ് ഒന്നിനെ നമ്മൾ ഒരു കാര്യത്തിന് അനുകരിക്കില്ല, അതിനാണ് ഇമിറ്റേറ്റ് എന്ന് പറയാം. ഇമിറ്റേഷൻ വാസ് ആൻ ടെക്നീക്ക് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലെ ഒരു ടെക്നീക്ക് എന്താണ്? ഇമിറ്റേഷൻ, അനുകരണം. റൈറ്റേഴ്സ് പിക്ഡ് ക്ലാസിക്കൽ ടെക്സ്റ്റസ് ആൻഡ് reproduced them in their own way. They borrowed subject and style from the classics. എന്തൊക്കെയാണ്? റൈറ്റേഴ്സ് പിക്ഡ് ക്ലാസിക്കൽ ടെക്സ്റ്റ്. എന്താണ്? റൈറ്റേഴ്സ് ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ തിരഞ്ഞെടുത്ത് ആൻഡ് റീപ്രൊഡ്യൂസ് ദം ഇൻ ദെയർ ഓൺ വേ. അത് ഒന്നും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യണം. അവരുടേതായ രീതിയിൽ ഒന്നും കൂടി അത് എഴുതി റെഡിയാക്കുകയാണ് എന്ത്? റൈറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ കണ്ടുപിടിച്ച് അതൊന്നും കൂടി അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ ഒന്നും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യാണ് റൈറ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. ലിയോണാർഡ് ഡീൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ, അദ്ദേഹത്തിന്റെ ബുക്കായ റിനയസൻസ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ലിയോണാർഡ് ഡീനിന്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ. He offered useful perspective on the subject. എന്താണ് ഓഫർ ചെയ്യുന്നത്? ഒരു യൂസ്ഫുൾ പേഴ്സ്പെക്റ്റീവ് ഓൺ ദ സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റിനെ പറ്റി പേഴ്സ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് തരികയാണ്. ഹി ഓഫേർഡ് യൂസ്ഫുൾ പെർസ്പെക്റ്റീവ് ഓൺ ദ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാട് നമുക്ക് ഓഫർ ചെയ്യാണ് ത്രൂ ഹിസ് ബുക്ക് റിനസൻസ് പോയട്രി. റിനസൻസ് പോയട്രി എന്ന് പറഞ്ഞ ബുക്കിൽ ലിയോണാർഡ് ഡീൻ എന്താണ് ഓഫർ ചെയ്യുന്നത്? യൂസ്ഫുൾ പേഴ്സ്പെക്റ്റീവ് ഓഫ് സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള, ആ ഒരു കാലഘട്ടത്തിലെ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാടും നമുക്ക് റിനസൻസ് പോയട്രി എന്ന് പറഞ്ഞ ബുക്കിലൂടെ ലിയോണാർഡ് ഡീൻ നമുക്ക് ഓഫർ ചെയ്യാണ്, കാണിച്ചു തരികയാണ്. റിനസൻസ് പോയട്രി ഈസ് മോർ ഫോർമൽ, ലെസ് ഓട്ടോബയോഗ്രഫിക്കൽ and less direct, related to the experience than the poetry of later period. എന്താണ് പറയുന്നത്? റിനസൻസ് പോയട്രി ഈസ് മോർ ഫോർമൽ. റിനസൻസ് പോയട്രി എങ്ങനെയാണ്? ഫോർമൽ ആണ്, മറ്റേ കാഷ്വൽ അല്ല, ഫോർമൽ ആയിട്ടുള്ള ടൈപ്പ് പോയട്രികളാണ് റിനസൻസ് പോയട്രി എന്ന് പറഞ്ഞാൽ.
ലെസ് ഓട്ടോബയോഗ്രഫിക്കൽ ആൻഡ് ലെസ് ഡയറക്റ്റ് റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ദാൻ ദ പോയട്രി ഓഫ് ലേറ്റർ പീരീഡ്. അതിന് മുന്നേ ഉള്ള ലേറ്റർ പീരിയഡിൽ ഉണ്ടായിരുന്നിട്ടുള്ള പോയട്രി അല്ലെങ്കിൽ പോയംസിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ്, ലെസ് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയണ രീതിയിലും അല്ല. പിന്നെ എങ്ങനെയാണ്, ലെസ് ഓട്ടോബയോഗ്രഫിക്കൽ നമ്മളെ ജീവചരിത്രം പോലെയുള്ള അങ്ങനത്തെ നമ്മളുടെ എക്സ്പീരിയൻസ് പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ പറയുന്നത് പോലെ അത് അത്രയും അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ടല്ല. അതേപോലെ ലെസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലും ആയിരുന്നില്ല എന്ത് റിനസൻസ് പോയട്രി ഈസ് മോർ ഫോർമൽ ആയിട്ടായിരുന്നു, നല്ല അച്ചടക്കത്തിലും ഒതുക്കത്തിലുള്ള ആ ഒരു ഫോർമൽ രീതിയിലുള്ള റൈറ്റിംഗ്സ് ആയിരുന്നു റിനസൻസ് പോയട്രി. അതിലെന്താണ്, ലെസ് ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. ഓട്ടോബയോഗ്രഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്, നമ്മളെ എക്സ്പീരിയൻസുകൾ വളരെ കുറവാണ്. എക്സ്പീരിയൻസ് എന്ന രീതിയിൽ കുറേ നമ്മൾ റൈറ്റേഴ്സിൻ്റെതായ കാര്യങ്ങൾ ഇതില്ലേ, അതാണ് ഓട്ടോബയോഗ്രഫി പറഞ്ഞത്. ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. അതേപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം പറയണതല്ല, പോയംസ് ഒന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയണതല്ല. അത് അതാണ് പറയണത്. റിനസൻസ് പോയട്രി എന്ന് പറഞ്ഞത് ലെസ് ഡയറക്റ്റ് ആണ് ആൻഡ് ലെസ് ഓട്ടോബയോഗ്രഫി ആണ് ആൻഡ് മോർ ഫോർമൽ ലെസ് ഓട്ടോബയോഗ്രഫിക്കൽ ആൻഡ് ലെസ് ഡയറക്റ്റ് ആണ് റിനസൻസ് പോയട്രി ദാൻ പോയട്രി ഓഫ് ലേറ്റർ പീരീഡിനേക്കാൾ എക്സ്പീരിയൻസ് കുറവും ഡയറക്ട്നെസ് കുറവും ഓട്ടോബയോഗ്രഫിക്കൽ രീതിയിലുള്ള കുറവും ആൻഡ് മോർ ഫോർമൽ രീതിയിൽ ഉള്ള പോയംസ് ആണ് റിനസൻസ് പീരീഡിൽ ഉണ്ടാകുന്ന പോയംസ്. റിനസൻസ് പോയറ്റ് ഡിസ്റ്റിങ്ക്യൂഷ് themselves from historian and biographers. A love poem is not an essay in autobiography. എന്താണ് പറഞ്ഞത്, ഒരു ലവ് പോയം പറഞ്ഞത് ഒരു ഓട്ടോബയോഗ്രഫിയിലെ എസ്സേ അല്ല എന്നാ പറഞ്ഞത്. അതായത് പോയംസ് എന്ന് പറഞ്ഞത് ഇൻഡയറക്റ്റ് ആണ്. പോയംസ് നമ്മൾ ഡയറക്റ്റ് ഒരു ഓട്ടോബയോഗ്രഫി എഴുതുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുന്ന പോലെ നോവൽ എഴുതുന്ന പോലെ ഒന്നുമല്ല പോയംസ് അതിൻ്റെതായ കാവ്യാത്മകത നിറഞ്ഞിട്ടുള്ള രീതിയിലാണ് പോയംസ് എഴുതുക. അതുകൊണ്ട് തന്നെയാണ് ലെസ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഓട്ടോബയോഗ്രഫിയിലെ ഒരു എസ്സേ അല്ല എന്ത് ലവ് പോയം എന്ന് പറഞ്ഞത്. ആൻഡ് റിനസൻസ് പോയറ്റ് ഡിസ്റ്റിങ്ക്യൂഷ് ദംസെൽഫ് ഫോർ ഹിസ്റ്റോറിയൻ ആൻഡ് ബയോഗ്രഫർ. റിനസൻസ് പോയറ്റ് എന്താണ് ഡിസ്റ്റിങ്ക്യൂഷൻ, അവർ തന്നെ എന്താണ് വിചാരിക്കുന്നത്, ഫ്രം ഹിസ്റ്റോറിയൻ ആൻഡ് ബയോഗ്രഫർ, ഹിസ്റ്റോറിയൽ നിന്നും ബയോഗ്രാഫേഴ്സിനും വ്യത്യസ്തമായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. The aim of Renaissance was to make an imitation. എന്താണ് റിനസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്, ഇമിറ്റേഷൻ. ആ ഒരു കാലഘട്ടത്തിലെ പോയറ്റ്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. The aim of Renaissance was to make an imitation. റിനസൻസിന്റെ എയിം എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ഇമിറ്റേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് റിനസൻസിന്റെ ലക്ഷ്യം. ദിസ് ആക്ട് ഹാഡ് ടു ആസ്പെക്ട്. എന്താണ്, എയിം ഓഫ് റിനസൻസ് വാസ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിന് ഇമിറ്റേറ്റ് ചെയ്യാന്നാണല്ലോ റിനസൻസ് പോയംസ് എന്നുള്ളത്. ആ ഒരു ആക്ട് എന്ന് പറഞ്ഞത് എന്താണ്, രണ്ട് തരത്തിൽ നമുക്ക് കാണാം, രണ്ട് തരത്തിലുള്ള ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന്, പോയറ്റ് ഗ്രാസ്പ് ദ essential meaning and value of experience. Second one, he expressed the insight in a recognized and appropriate literary form. എന്തൊക്കെയാണ് രണ്ട് ആസ്പെക്റ്റുകള്, പോയറ്റ് ഗ്രാസ്പ് ദ എസെൻഷ്യൽ മീനിങ് ആൻഡ് വാല്യൂ ഓഫ് എക്സ്പീരിയൻസ്. പോയറ്റ് എന്തൊക്കെയാണ് ഗ്രാസ്പ് ചെയ്യുന്നത്, ദ എസെൻഷ്യൽ മീനിങ് ആൻഡ് വാല്യൂ ഓഫ് എക്സ്പീരിയൻസിന്റെ അർത്ഥവും മൂല്യവും ആണ് പോയറ്റ് ഗ്രാസ്പ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ. ഒരു റെനസാൻസ് പോയറ്റ്, നവോത്ഥാന കാലഘട്ടത്തിലെ പോയറ്റുകൾ എന്താണ് ഗ്രാസ്പ് ചെയ്യുന്നത്, എസെൻഷ്യൽ മീനിങ്, വേണ്ട തരത്തിലുള്ള മീനിങ്ങും വാല്യൂസും അർത്ഥവും മൂല്യവുമാണ് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവത്തിലെ അർത്ഥതലങ്ങളും മൂല്യങ്ങളുമാണ് പോയറ്റ് ഗ്രാസ്പ് ചെയ്യുന്നതാണ് ആദ്യത്തെ ആസ്പെക്ട് പറയുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്, he expressed the insight in a recognized and appropriate literary form. എങ്ങനെയാണ്, he expressed the insight, അവരുടെ ആ ഒരു ഉൾബോധം, അതിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്ന റൈറ്റേഴ്സ്, റിനസൻസ് പോയറ്റ്സുകൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, in a recognized and appropriate literary form. ഒരു റെക്കഗ്നൈസ്ഡ് തിരിച്ചറിയപ്പെടുന്ന രീതിയിലും പിന്നെ അപ്രോപ്രിയേറ്റ് നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിറ്റററി ഫോമിലൂടെയാണ്
അവരവരുടെ റെനസൈൻസ് പോയറ്റ്സ് അവരുടെ ഉൾക്കാഴ്ചകളെ എക്സ്പ്രസ് ചെയ്യുന്ന ത്രൂ പോയംസ്, ലിറ്റററി ഫോമിലെ ആണ് അവര് എക്സ്പ്രസ് ചെയ്യുന്നത്. ഹി എക്സ്പ്രസ് ദ ഇൻസൈറ്റ് ഇൻ എ റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ലിറ്റററി ഫോം. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടും നമുക്ക് മനസ്സിലാകുന്ന രീതി, തിരിച്ചറിയുന്ന രീതിയിലുമായിട്ടുള്ള ലിറ്റററി ഫോമിലൂടെയാണ് അവർ അവരുടെ കാര്യങ്ങൾ, അതായത് ആ കാലഘട്ടത്തിലെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന, അവർ അവരുടെ ഇൻസൈറ്റുകൾ, അതായത് ഉൾക്കാഴ്ചകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ് പോയറ്റ്സ്, ആ കാലഘട്ടത്തിലെ പോയറ്റ്സ്, റെനസൻസ് പോയറ്റ്സ് പറയണത് അങ്ങനെയാണ്. പോയറ്റിക് പ്രാക്ടീസ് അറ്റ് ദാറ്റ് ടൈം, അതിൻ്റെ ബാക്കി പോർഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ സ്പെൻസർ വാസ് പ്ലാനിങ് ടു റൈറ്റ് ഹിസ് നോട്ടബിൾ വർക്ക് ദ ഫെയറി ക്യൂൻ, he told Sir Raleigh in letter he write his epic poem about the history of King Arthur. എന്താണ് പറയുന്നത്? പോയറ്റിക് പ്രാക്ടീസ് അറ്റ് ദാറ്റ്, ആ കാലഘട്ടത്തിലെ, സ്പെൻസറുടെ കാലഘട്ടത്തിലെ പോയറ്റിക് പ്രാക്ടീസിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറയുകയാണ് സ്പെൻസർ. വെൻ സ്പെൻസർ വാസ് പ്ലാനിങ് ടു റൈറ്റ് ഹിസ് നോട്ടബിൾ വർക്ക്, സ്പെൻസറുടെ നോട്ടബിൾ വർക്കായിട്ടുള്ള ഫെയറി ക്യൂൻ എഴുതാൻ പ്ലാൻ ചെയ്തപ്പോൾ, ഹി ടോൾഡ്, ആരോട്? സർ റാലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് സ്പെൻസർ ഒരു ലെറ്ററിലൂടെ പറയാണ്, ഹി റൈറ്റ് ഹിസ് എപ്പിക് പോയം അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് കിങ് ആർതർ. കിങ് ആർതറിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ട് ഉള്ള ഒരു എപ്പിക് പോയമാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്ന് ആരോട് പറയാണ്? സ്പെൻസർ സർ റാലിയോട് പറയാണ്. ഏതാണ് സ്പെൻസറുടെ നോട്ടബിൾ വർക്ക് അല്ലെങ്കിൽ ഒരു എപ്പിക് പോയായിട്ട് കണക്കാക്കുന്നത്? ദ ഫെയറി ക്യൂൻ. ദ ഫെയറി ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് എഴുതാൻ പ്ലാൻ ചെയ്തപ്പോൾ സ്പെൻസറുടെ ഒരു ഫ്രണ്ടിനോട് പറയാണ്, സർ റാലി എന്ന് പറഞ്ഞ ആളോട് പറയാണ്, ത്രൂ ലെറ്ററിലാണ് പറയുന്നത്. ഹി റൈറ്റ് ഹിസ് എപ്പിക് പോയം അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് കിങ് ആർതർ. കിങ് ആർതറിന്റെ ഹിസ്റ്ററിനെ പറ്റി, ചരിത്രത്തെ പറ്റിയാണ് ദ എപ്പിക് പോയ ആയിട്ടുള്ള ഫെയറി ക്യൂനിൽ സ്പെൻസർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സ്പെൻസർ വാസ് വെൽ വേഴ്സ്ഡ് വിത്ത് ദ ക്ലാസിക് പോയം ആൻഡ് ഫോളോ ഓർ ഇമിറ്റേറ്റ് ദെയർ മോഡൽ ഓഫ് റൈറ്റിംഗ്. എന്താണ്? സ്പെൻസർ വാസ് വെൽ വേഴ്സ്ഡ് വിത്ത് ദ ക്ലാസിക്കൽ പോയറ്റ്സ്. എന്താണ്? സ്പെൻസർ എന്താണ്? ക്ലാസിക്കൽ പോയറ്റ്സിനെ പോലെ വെൽ വേഴ്സ്ഡ് ആണ്, നന്നായിട്ട് നല്ല ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഫോളോ ഇമിറ്റേറ്റ് ദെയർ മോഡൽ ഓഫ് റൈറ്റിംഗ്. അതേപോലെ അവരുടെ ആ ക്ലാസിക്കൽ പോയറ്റ്സിനെ പോലെ തന്നെ അവരുടെ റൈറ്റിംഗ് മോഡലും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്പെൻസർ വാസ് വെൽ വേഴ്സ്ഡ് വിത്ത് ക്ലാസിക്കൽ പോയറ്റ്സ്. ക്ലാസിക്കൽ പോയറ്റ്സ് പോലെ തന്നെ വെൽ വേഴ്സ്ഡ് ആയിട്ടാണ് സ്പെൻസർ തൻ്റെ പോയംസ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹി ഫോളോ ആൻഡ് ഇമിറ്റേറ്റ്, ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതേപോലെ അനുകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത്? ദെയർ മോഡൽ ഓഫ് റൈറ്റിംഗ്. അവരുടെ ആ ക്ലാസിക്കൽ പോയറ്റ്സിൻ്റെ റൈറ്റിങ്സിലെ മോഡൽസ് ഫോളോ ചെയ്യുകയും ഇമിറ്റേറ്റും ചെയ്യുന്നുണ്ട് സ്പെൻസർ. സ്പെൻസർ ഈസ് ഗൈഡഡ് ഇൻ സബ്ജക്ട് ആൻഡ് ഫോം ബൈ ദീസ് ക്ലാസിക്കൽ പോയറ്റ്സ്. സ്പെൻസർ എന്താണ്? സ്പെൻസർ ഗൈഡഡ് ഇൻ സബ്ജക്റ്റ് ആൻഡ് ഫോം ബൈ ദീസ് ക്ലാസിക്കൽ പോയറ്റ്സ്. ഈ ക്ലാസിക്കൽ പോയറ്റ്സിൻ്റെ സബ്ജക്റ്റും ഫോമും എന്താണ്? ഗൈഡ് ചെയ്തുകൊണ്ടാണ് സ്പെൻസറുടെ പോയംസ് എഴുതിയിട്ടുള്ളത്. It is another important characteristic of Renaissance. Poet borrowed from the classics and used of rhetoric in literature. എന്താണ്? ഒരു റെനസൈൻസിന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയറ്റ് ബോറോഡ് ദ ക്ലാസിക്സ് ആൻഡ് യൂസ് ഓഫ് റെട്ടറിക് ഇൻ ലിറ്ററേച്ചറിൽ പോയറ്റ്സ് എന്തൊക്കെയാണ്? ക്ലാസിക്സ് കട എടുത്തിട്ടുണ്ട്, പോയറ്റ്സ് ക്ലാസിക്സ് കട എടുത്തിട്ടുണ്ട്. ആൻഡ് ദ യൂസ് ഓഫ് റെട്ടറിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗം പോലെ പറയുന്ന രീതിയിലുള്ള തന്നെ കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ളതാണ് എന്ത്? റെട്ടറിക് എന്ന് പറഞ്ഞാൽ. പോയറ്റ് ബോറോ ഫ്രം ദ ക്ലാസിക്സ് ആൻഡ് യൂസ് ഓഫ് റെട്ടറിക് ഇൻ ലിറ്ററേച്ചറിൽ യൂസ് ഓഫ് റെട്ടറിക്, അതായത് നമ്മളിങ്ങനെ പണ്ടത്തെ കാലത്ത് ബുക്കുകൾ എഴുതുമെന്ന് പറയുന്നതിൽ അധികം നമ്മളിങ്ങനെ ഒരു പൊതുവായ സ്ഥലത്ത് നിന്ന് ഓരോന്ന് പറയുകയായിരുന്നു ചെയ്തിരുന്നത്. അതാണ് യൂസ് ഓഫ് റെട്ടറിക് ആൻഡ് ക്ലാസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും യൂസ് ഓഫ് റെട്ടറിക്കും പോയറ്റ്സ് ബോറോ ചെയ്യുന്നുണ്ട്. എവിടുന്ന്? ഫ്രം ദ ക്ലാസിക്കൽ ബുക്സ്. ഡ്യൂറിങ് ദിസ് പീരിയഡ്
പോയറ്റ് ബിലീവ്ഡ് പോയട്രി വാസ് സ്കിൽഡ് ആൻഡ് സ്റ്റഡീഡ് പ്രാക്ടീസ്. ആ ഒരു കാലഘട്ടത്തിൽ ഡ്യൂറിങ് ദിസ് പീരീഡ്, ആ ഒരു കാലഘട്ടത്തിൽ പോയറ്റ്സ് വിശ്വസിച്ചിരുന്നത് എന്താണ്? പോയട്രി വാസ് സ്കിൽഡ് ആൻഡ് സ്റ്റഡീഡ് പ്രാക്ടീസ്. പോയട്രി എന്താണ്? പോയം, കവിത എന്ന് പറഞ്ഞത് എന്താണ്? സ്കിൽഡ് ആയിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് സ്റ്റഡീഡ് പ്രാക്ടീസ് ആയിട്ട് അത് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് പോയറ്റ് ആ കാലഘട്ടത്തിലെ പോയറ്റ്സ് പോയട്രീനെ ബിലീവ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണ്? പോയറ്റ് ബിലീവ്ഡ് പോയട്രി വാസ് സ്കിൽഡ് ആൻഡ് സ്റ്റഡീഡ് പ്രാക്ടീസ്. ഒരു സ്കിൽഡും സ്റ്റഡീഡ് പ്രാക്ടീസും ആയിട്ട് ആണ് പോയറ്റ്സ് പോയട്രീനെ ബിലീവ് ചെയ്തിരുന്നത്. View of poetry has dominated literary studies after the romantic poet came in the 19th century. എന്താണ്? വ്യൂ ഓഫ് പോയട്രിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ കവിതയെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ, കാഴ്ചപ്പാട് എന്താണ്? ഹാസ് ഡോമിനേറ്റഡ് ലിറ്റററി സ്റ്റഡീസ് ആഫ്റ്റർ ദ റൊമാൻറ്റിക് പോയറ്റ് കെയിം ഇൻ ദ 19th century. 19th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിലെ റൊമാൻറ്റിക് പോയറ്റ്സിന്റെ വരവോട് കൂടി എന്താണ്? ലിറ്റററി സ്റ്റഡീസ് ഒക്കെ ഡോമിനേറ്റ് ചെയ്തു. വ്യൂ ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി ഡോമിനേറ്റ് ചെയ്തു. പോയട്രി ഹാസ് ഡോമിനേറ്റഡ് ലിറ്റററി സ്റ്റഡീസ് ആഫ്റ്റർ ദി റൊമാൻറ്റിക് പോയറ്റ് കെയിം ഇൻ ദ 19th century. 19th സെഞ്ചുറിയിൽ റൊമാൻറ്റിക് പോയറ്റ്സ് വന്നതോടുകൂടി എന്താണ്? വ്യൂ ഓഫ് പോയട്രി പോയം പറഞ്ഞിട്ടുള്ളതിന്റെ ആ കാഴ്ചപ്പാട് എന്താണ്? ഡോമിനേറ്റ് ചെയ്തു. ഡ്യൂറിങ് റിനൈസൻസിന്റെ പീരിയഡിൽ, ആ ഒരു കാലഘട്ടത്തിൽ പോയട്രി ഷോഡ് എ മിറർ ഓഫ് ലൈഫ്. എന്താണ്? റിനൈസൻസിന്റെ കാലഘട്ടത്തിൽ പോയട്രി എന്താണ്? ആ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ ഒരു കണ്ണാടിയാണെന്നാണ് പറയുന്നത്. ഷോഡ് മിറർ ഓഫ് ലൈഫ് ബട്ട് എ സ്റ്റൈലൈസ്ഡ് മിറർ ദാറ്റ് റിഫൈൻഡ് ആൻഡ് ഡെക്കറേറ്റഡ് വിത്ത് പോയറ്റിക് കൺവെൻഷൻസ്. ഡ്യൂറിങ് റിനൈസൻസ് നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ പോയട്രി എന്താണ്? ആ കാലഘട്ടത്തിലെ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ റിനസൻസ് പോയട്രി എന്ന് പറഞ്ഞത് എന്താണെന്നാ പറഞ്ഞത്? ഷോഡ് എ മിറർ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കണ്ണാടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ ആ കണ്ണാടി എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു? സ്റ്റൈലൈസ്ഡ് മിറർ ദാറ്റ് റിഫൈൻഡ് ആൻഡ് ഡെക്കറേറ്റഡ് വിത്ത് പോയറ്റിക് കൺവെൻഷൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടും റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലൈസ്ഡ് കണ്ണാടിയായിട്ട്, മിററായിട്ടാണ്, അതായത് ഒന്നും കൂടി മെച്ചപ്പെട്ടിട്ടുള്ള ഒരു കണ്ണാടിയായിട്ടാണ് റിനസൻസ് പോയട്രിയിൽ പോയട്രി ആയിട്ട് കണക്കാക്കുന്നത്. എന്ത്? മിറർ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കണ്ണാടി. എന്തൊക്കെയാണ്? സ്റ്റൈലൈസ്ഡ് മിറർ ആണ് കേട്ടോ. ദാറ്റ് റിഫൈൻഡ് ഡെക്കറേറ്റഡ് വിത്ത് പോയറ്റിക് കൺവെൻഷൻ. പോയറ്റിക് ഡിവൈസസും കൺവെൻഷൻസും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലൈസ്ഡ് മിറർ ആണ് എന്ത്? പോയട്രി. The amplification of language and regular meter become standard of good poetry. The amplification of language and regular meter become the standard of good poetry. Amplification of language, അതായത് ലാംഗ്വേജിന്റെ ആംപ്ലിഫിക്കേഷൻ, അതായത് ലാംഗ്വേജിന്റെ സമൃദ്ധി, ആൻഡ് റെഗുലർ മീറ്റർ become the standard of good poetry. The amplification of language and regular meter become the standard of good poetry. Good poetryയുടെ അല്ലെങ്കിൽ നല്ലൊരു കവിത അല്ലെങ്കിൽ കവിതയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംപ്ലിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് റെഗുലർ മീറ്റർ. അതായത് ലാംഗ്വേജ്, നമ്മുടെ ഭാഷയുടെ സമൃദ്ധിയും പിന്നെ റെഗുലർ ആയിട്ടുള്ള മീറ്ററുകൾ, ഇതൊക്കെയാണ് എന്താണ്? ഒരു നല്ലൊരു പോയട്രിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതാണെന്നാണ് സ്പെൻസർ പറയുന്നത്. English writers were greatly influenced by Italian writers. എന്താണ്? English writers were greatly influenced by Italian writers. English writers Italian writersനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നാ പറയുന്നത്. There is a 3 style of poetry in Europe. യൂറോപ്പിൽ 3 തരത്തിലുള്ള പോയട്രീസ് ആണ്, 3 കാറ്റഗറി ഓഫ് പോയട്രി ആണുള്ളത്. ആദ്യത്തേത് ഹൈ ഒറേറ്ററി ഓഫ് rhetoric poem that was formal in style and abundant in rhetoric. It was to treat the subject with grandeur and seriousness with the use of lofty language. Spenser's The Fairy Queen is in the category of the heroic poem. എന്താണ്? പോയട്രി ആ കാലഘട്ടത്തിലെ യൂറോപ്പില് ആ കാലഘട്ടത്തില് പോയട്രീനെ 3 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്.
ആദ്യത്തെ എന്താണ് ഹൈ ഒറേറ്ററി ഓഫ് റെട്ടറിക് പോയം. ആദ്യ ആ കാലഘട്ടത്തിലൊന്നും എഴുത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാതും ഒരു സഭയിൽ നിന്നിട്ട് നോക്കി പറയുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് റെട്ടറിക് എന്ന് പറഞ്ഞാൽ, ഒറേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ വാ കൊണ്ട് പറയുന്ന പ്രസംഗം പോലുള്ള കാര്യങ്ങളാണ് ഒറേറ്ററി പോലെ പറയുന്നത്. ഹൈ ഒറേറ്ററി ഓഫ് ഹീറോയിക് പോയംസ്, ഹീറോയിക് പോയംസിന്റെ നല്ല ഉയർന്ന തരത്തിലുള്ള ഒറേറ്ററി. ആൻഡ് ദാറ്റ് വാസ് ഫോർമൽ ഇൻ സ്റ്റൈൽ ആൻഡ് അബണ്ടൻ ഇൻ റെട്ടറിക്. എന്താണ് അതെന്തായിരുന്നു? ഫോർമൽ ഇൻ സ്റ്റൈൽ, അതായത് കാഷ്വൽ ആയിട്ടായിരുന്നില്ല, ഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു. നമ്മൾ സാധാ സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല, കുറച്ചുകൂടി നല്ലൊരു ലാംഗ്വേജസോട് കൂടിയിട്ടായിരുന്നു അതിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ദാറ്റ് വാസ് ഫോർമൽ ഇൻ സ്റ്റൈൽ ആൻഡ് അബാൻഡൻ ഇൻ റെട്ടറിക്. റെട്ടറിക്കിന്റെ ഒക്കെ നല്ലൊരു സമൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ടു ട്രീറ്റ് ദ സബ്ജക്ട് വിത്ത് ഗ്രാൻഡ്വർ ആൻഡ് സീരിയസ്നെസ് വിത്ത് ദ യൂസ് ഓഫ് ലോഫ്റ്റി ലാംഗ്വേജ്. ലോഫ്റ്റി ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള, ഇറ്റ് വാസ് ട്രീറ്റഡ് ദ സബ്ജക്ട് വിത്ത് ഗ്രാൻഡ്വർ ആൻഡ് സീരിയസ്നെസ്. ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ സബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? വിത്ത് ദ ഗ്രാൻഡ്വർ ആൻഡ് സീരിയസ്നെസ്. ഗ്രാൻഡ്വറും സീരിയസ്നെസ്സും ആയിട്ടുള്ള സബ്ജക്റ്റിലൂടെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. വിത്ത് ദ യൂസ് ഓഫ് ലോഫ്റ്റി ലാംഗ്വേജ്. ലോഫ്റ്റി ലാംഗ്വേജിന്റെ യൂസോട് കൂടി ഗ്രാൻഡ്വറും സീരിയസും ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ആ ഒരു ആദ്യത്തെ ടൈപ്പ് ഓഫ് പോയട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പെൻസേഴ്സ് ദ ഫെയറി ക്യൂൻ ഈസ് ഇൻ ദ കാറ്റഗറി ഓഫ് ഹീറോയിക് പോയം. എന്താണ് സ്പെൻസറുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയമാണ്, എപ്പിക് പോയമാണ് ദ ഫെയറി ക്യൂൻ. ആ ഫെയറി ക്യൂന് ആ ഒരു കാറ്റഗറി ഓഫ് ഹീറോയിക് പോയംസിൽ പെട്ടതാണ്. ഹീറോയിക് പോയം എന്നുള്ള കാറ്റഗറിയിൽ പെട്ടതാണ്. അതായത് ആദ്യത്തെ സ്റ്റൈൽ ഓഫ് പോയട്രിയിൽ പെട്ടതാണ് സ്പെൻസറിന്റെ ദ ഫെയറി ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിക് പോയം. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ ഈസ് ദ പോയട്രി വാസ് ലൈറ്റ് ഹേർട്ടഡ് ആൻഡ് പ്ലേഫുൾ that did not have a serious subject. Love poetry fit with this style. Poet wrote regular meter. He consciously chose words and images of subject of love. Spencer's Amority is example for the style of poetry. രണ്ടാമത്തേത് എന്താണ്? Poetry has light hearted and playful. പോയട്രി ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പോയംസ് എങ്ങനെയാണ്? ലൈറ്റ് ഹേർട്ടഡ്, അതായത് വളരെ കുറച്ച് ഹേർട്ടഡ് ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് പ്ലേഫുൾ, അതായത് നല്ല ലൈറ്റ് ഹേർട്ടഡ് ആൻഡ് പ്ലേഫുൾ എന്ന് പറഞ്ഞാൽ നല്ല എൻജോയ്മെന്റും എന്റർടൈൻമെന്റും തന്നിട്ടുള്ള രീതിയിലായിരുന്നു. ദാറ്റ് ഡിഡ് നോട്ട് ഹാവ് എ സീരിയസ് സബ്ജക്ട്. അതിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റർടൈൻമെന്റിന് പോലെയാണല്ലോ, പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിലാണല്ലോ സെക്കൻഡ് കാറ്റഗറിയിലെ പോയട്രി വരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ദാറ്റ് ഡു നോട്ട് ഹാവ് എ സീരിയസ് സബ്ജക്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അതിലുണ്ടായിരുന്നില്ല. ലവ് പോയട്രി ഫിറ്റ് വിത്ത് ദ സ്റ്റൈൽ. എന്താണ്? ലവ് പോയട്രീസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു. പോയറ്റ് റോട്ട് റെഗുലർ മീറ്റർ. പോയറ്റ് എങ്ങനെയാണ്? റെഗുലർ മീറ്റേഴ്സ് യൂസ് ചെയ്തായിരുന്നു. ഹി കോൺഷ്യസ്ലി ചൂസ് വേർഡ്സ് ആൻഡ് ഇമേജസ് ഓഫ് ദ സബ്ജക്ട് ഓഫ് ലവ്. എന്താണ് ലവ് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സബ്ജക്റ്റ് കോൺഷ്യസ്ലി നല്ല ബോധത്തോടു കൂടി സ്പെൻസർ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സും ഇമേജസും ആണ്, ലവിന് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സും ഇമേജസ് ആണ്. അതും കോൺഷ്യസ്ലി യൂസ്, നമ്മൾ നല്ല ബോധപൂർവം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. സ്പെൻസേഴ്സ് എമോറിറ്റി, സ്പെൻസറിന്റെ അനദർ വർക്കാണ് എമോറിറ്റി. ആൻഡ് ഇറ്റ് വാസ് എക്സാമ്പിൾ ഫോർ ദ സ്റ്റൈൽ ഓഫ് പോയട്രി. സ്പെൻസറിന്റെ എമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? എക്സാമ്പിൾ ഫോർ ദ സ്റ്റൈൽ ഓഫ് പോയട്രി, അതായത് ലവ് പോയട്രി, അതായത് സെക്കൻഡ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പോയട്രിയിൽ എനിക്ക് ഉദാഹരണമാണ് എന്ത്? സ്പെൻസറിന്റെ എമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പോയം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു ലോ പോയട്രി which has pastoral world of rustic life of shepherds and ordinary country folk were presented. Meter was irregular. Rural folk spoke in unrefined manner. എന്താണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന പോയംസ് എങ്ങനെയാണ്? ലോ പോയട്രി, അതായത് ലോ താഴ്ന്ന തരത്തിലുള്ള പോയട്രി ആയിരുന്നു മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ടത്. വിച്ച് ഹാസ് പാസ്റ്ററൽ വേൾഡ് ഓഫ് റസ്റ്റിക് ലൈഫ്, അതായത് ഒരു ഗ്രാമീണത നിറഞ്ഞിട്ടുള്ള ലൈഫിന്റെ ഒരു കാര്യങ്ങളാണ് ആ കാറ്റഗറിയിൽ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളത് പറഞ്ഞത്. വിച്ച് ഹാസ് പാസ്റ്ററൽ വേൾഡ് ഓഫ് റസ്റ്റിക് ലൈഫിന്റെ ആ ഗ്രാമീണ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള പോയംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെങ്ങനെയുള്ളതാണ്? ഓർഡിനറി കൺട്രി ഫോക്ക്.
ഓർഡിനറി കൺട്രി ഫോക്ക്, അതായത് സാധാരണ ഒരു നാട്ടിൻപുറത്തിന്റെ കാര്യങ്ങളായിരുന്നു എന്തിൽ പ്രസന്റ് ചെയ്തിരുന്നത്, തേർഡ് കാറ്റഗറി ഓഫ് പോയട്രിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മീറ്റർ വാസ് ഇറഗുലർ. അതിന്റെ മീറ്റർ എങ്ങനെയാണ്? സെക്കൻഡ് വണ്ണിന്റെ മീറ്റർ റെഗുലർ ആണ്, ഫോർമൽ ആണ്. തേർഡ് വണ്ണിന്റെ മീറ്റർ എങ്ങനെയാണ്? ഇറഗുലർ ആണ്. റൂറൽ ഫോക്ക് സ്പോക്ക് ഇൻ അൺറിഫൈൻഡ് മാനർ. എങ്ങനെയാണ്? ഒരു നല്ലൊരു റിഫൈൻഡ് മാനറിലായിരുന്നില്ല മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പോയട്രി എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ രചിച്ചിട്ടുള്ളത്. റൂറൽ ഫോക്ക് സ്പോക്ക് ഇൻ അൺറിഫൈൻഡ് മാനറിൽ റൂറൽ ഫോക്കിനെ പറ്റിയായിരുന്നു ഇതിൽ മൂന്നാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പോയട്രിയിൽ പറഞ്ഞിട്ടുള്ളത്? 3 ടൈപ്പ് ഓഫ് പോയട്രി ആണ്. ഫസ്റ്റ് വണ് ഹൈ ഓറേറ്ററി ആണ്. അതിന് എക്സാമ്പിൾ ആണ് സ്പെൻസറുടെ ദ ഫെയറി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിക് പോയം. അതിൽ ഹീറോയിക് പോയമാണ്. സ്റ്റൈല് ഫോർമൽ ആണ്. ലോഫ്റ്റി ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് പോയട്രി വാസ് ലൈറ്റ് ഹാർട്ട് ആൻഡ് പ്ലേഫുൾ, അതായത് ലവ് പോയട്രി ആണ് അധികം സെക്കൻഡ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്ലേഫുൾ ആണ്, എന്റർടൈൻമെന്റ് ആണ്. അതിൽ വേർഡ്സും സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയാണ്? ലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് സ്പെൻസറിന്റെ അമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പോയം. മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? ലോ പോയട്രി, അതായത് താഴ്ന്ന ഇടക്കാരെ പറ്റിയിട്ടുള്ള, അതായത് പാസ്റ്ററൽ വേൾഡിനെ പറ്റിയിട്ടുള്ള ഒരു പോയട്രിയാണ്. സാധാ കൺട്രി ഫോക്കിനെ പറ്റിയിട്ടുള്ള, അതാണ് കൺട്രി ഫോക്സിനെ പറ്റിയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇറഗുലർ ആണ്, അൺറിഫൈൻഡ് മാനറിലാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് പോയറ്റിക് പ്രാക്ടീസ് അറ്റ് ദാറ്റ് ടൈം എന്നുള്ളതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്യൂഡർ പോയട്രി. ഇനി നമ്മൾ നോക്കാൻ പോണ ടോപ്പിക്ക് ട്യൂഡർ പോയട്രി ആണ്. പോയട്രി ഡ്യൂറിങ് മിഡീവിയൽ പീരിയഡ് ടേൺഡ് ടു ദി ചർച്ച് ഓഫ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. എന്താണ് ആ ഒരു കാലഘട്ടത്തിലെ പോയട്രി എന്ന് പറയുന്നത്? എങ്ങനെയാണ്? മിഡീവിയൽ പീരിയഡ് പോയട്രി ഡ്യൂറിങ് മിഡീവിയൽ പീരിയഡിലുള്ള പോയട്രി ടേൺഡ് ടു ദ ചർച്ച് ഓഫ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ചർച്ച് ഓഫ് ഗൈഡൻസിന്റെയും സപ്പോർട്ടിലേക്കും തിരിഞ്ഞു. എന്ത്? പോയട്രി ഡ്യൂറിങ് മിഡീവിയൽ പീരിയഡ്. പോയറ്റിക് കൺവെൻഷൻസ് ആൻഡ് വിറ്റിസിസം ഓഫ് ചോസർ സൂൺ ഫോർഗട്ട്. എന്താണ് ആ ഒരു ഇതിന്റെ വരവോട് കൂടി എന്താണ് ചോസറിന്റെ വിറ്റിസിസവും പോയറ്റിക് കൺവെൻഷൻസും എന്താണ് മറന്നു തുടങ്ങി. ട്യൂഡർ പോയട്രി ടേൺഡ് ചർച്ച് ടു ദ കോർട്ട്. എന്താണ് ട്യൂഡർ പോയട്രി എന്തിലേക്ക് മാറി? ചർച്ചിൽ നിന്ന് കോർട്ടിലേക്ക് മാറി. ട്യൂഡർ പോയറ്റ് കം ആഫ്റ്റർ എ പീരിയഡ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിലിറ്റി. എന്താണ് ട്യൂഡർ പോയറ്റ് എന്തിലേക്ക് വന്നു? കം ആഫ്റ്റർ എ പീരിയഡ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിലിറ്റിയുടെ പീരീഡിലേക്ക് അവര് ട്യൂഡർ പോയറ്റ്സ് വന്നു. പോയറ്റ്സ് ബിൽഡ് ന്യൂ കൺവെൻഷൻസ് ഫോർ വേഴ്സിഫിക്കേഷൻ. They took inspiration from writers and works lost in medieval age. എന്താണ്? പോയറ്റ്സ് ബിൽഡ് ന്യൂ കൺവെൻഷൻസ് ഫോർ വേഴ്സിഫിക്കേഷൻ. അതായത് വരികൾ എഴുതുന്നതിനാണ് വരികൾ എഴുതുന്ന കാര്യത്തിനെ പറ്റിയാണ് വേഴ്സിഫിക്കേഷൻ പറഞ്ഞത്. അതായത് വേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് എന്താണ് പോയറ്റ്സ് പുതിയൊരു കൺവെൻഷൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. ആൻഡ് ദേ ടുക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദ റൈറ്റേഴ്സ് ആൻഡ് വർക്ക്സ് ലോസ്റ്റ് ഇൻ മിഡീവിയൽ ഏജിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വർക്ക്സും റൈറ്റേഴ്സിൻ്റെ അവരിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ട്യൂഡർ പോയറ്റ്സ് അവരുടെ റൈറ്റിങ്സ് എഴുതിയിരുന്നത്. Tudor poets such as John Skelton brought a new sophistication in poetry. Later it taken by Wyatt, Surrey and Sidney. എന്താണ് ട്യൂഡർ പോയറ്റ്സ് സച്ച് ആസ് ജോൺ സ്കെൽട്ടനെ പോലുള്ള ട്യൂഡർ പോയറ്റ്സ് പുതിയൊരു സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവന്നു. പോയട്രിയിൽ ഒരു പുതിയൊരു സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവന്നു ട്യൂഡർ പോയറ്റ് ആയിട്ടുള്ള ജോൺ സ്കെൽട്ടൺ. ലേറ്റർ ഇറ്റ് ടേക്കൺ ബൈ വ്യാട്ട്, സറേ ആൻഡ് സിഡ്നി. പിന്നെ അതിനുശേഷം ആരൊക്കെയാണ് അത് എടുത്തിട്ടുള്ളത്? വ്യാട്ട്, സറേ, സിഡ്നി. ഈ 3 റൈറ്റേഴ്സ് ജോൺ സ്കെൽട്ടന് ശേഷം ആ ഒരു സോഫിസ്റ്റിക്കേഷൻ എടുത്തു എന്നാ പറയുന്നത്. In 1512 Skelton had established as the orator royal at the King's Court. His poetry is about the victories of the king. എന്താണ് 1512 1512 സ്കെൽട്ടൺ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു? സ്കെൽട്ടൺ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് orator royal at the King's Court. കിങ്സ് കോർട്ടിലെ
ഒറേറ്റൽ റോയൽ ആയിട്ട് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ആയി. ആര്? സ്കെൽട്ടൺ ഇൻ 1512. ഹിസ് പോയട്രി ഈസ് അബൌട്ട് ദ വിക്ടറീസ് ഓഫ് കിങ്. എന്താണ് അദ്ദേഹത്തിന്റെ പോയട്രികൾ? എന്തായിരുന്നു? കിങ്ങിന്റെ വിക്ടറികൾ, അതായത് രാജാവിന്റെ വിജയത്തെ പറ്റിയായിരുന്നു സ്കെൽട്ടന്റെ പോയട്രികളെല്ലാം ഉണ്ടായിരുന്നത്. ഹി റോട്ട് സറ്റയേഴ്സ് അഗെയിൻസ്റ്റ് ദ കിങ്സ് കൗൺസിലർ വേഴ്സ്ലി. എന്താണ്? കിങ്ങിന്റെ കൗൺസിലർ ആയിട്ടുള്ള വേഴ്സ്ലിക്കെതിരായുള്ള സറ്റയറുകളായിരുന്നു സ്കെൽട്ടന്റെ കവിതകളിലെല്ലാം ഉണ്ടായിരുന്നത്. ഹിസ് പോയട്രി പ്ലേഡ് ഡ്യുവൽ റോൾ. എന്താണ്? അദ്ദേഹത്തിന്റെ പോയട്രി 2 റോള് വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ റീഇൻഫോഴ്സ് ഓഫ് ദ പവർ ഓഫ് കിങ്. രാജാവിന്റെ പവറിന്റെ റീഇൻഫോഴ്സ്മെന്റ്, അതായത് റീഇൻഫോഴ്സ് ചെയ്യുക, രാജാവിന്റെ പവറിനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പോയട്രിയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ റോൾ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ റോൾ എന്ന് പറഞ്ഞത് അറ്റാക്ക്ഡ് ഫോഴ്സ് കൺസിഡേർഡ് ഈവിൾ ബൈ റൈറ്റേഴ്സ് ആസ് എ സ്പോക്സ്മാൻ അറ്റ് ദ ഏജ്. ആ ഒരു കാലഘട്ടത്തിലെ സ്പോക്സ്മാൻ, അറ്റാക്ക്ഡ് ഫോഴ്സ് കൺസിഡേർഡ് ഈവിൾ ബൈ റൈറ്റേഴ്സ് ആസ് സ്പോക്മാൻ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഫോഴ്സുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇൻ 16th century he was known as a satirist. 16th centuryയിൽ ജോൺ സ്കെൽട്ടൺ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? സറ്റാരിസ്റ്റ് ആയിട്ടാണ് ജോൺ സ്കെൽട്ടൺ ആ ഒരു 16th centuryയിൽ 16ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഹി പുട്ട് ചോസേറിയൻ ഐറണി ടു ഗുഡ് ഇഫക്റ്റ്. എന്താണ് സ്കെൽട്ടൺ എന്താണ് ഉപയോഗിച്ചിരുന്നത്? ചോസേറിയൻ ഐറണി, ചോസർ യൂസ് ചെയ്തിട്ടുള്ള ഐറണി ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. നല്ല അദ്ദേഹത്തിന്റെ സ്കെൽട്ടന്റെ കവിതയ്ക്ക് നല്ലൊരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചോസേറിയൻ ഐറണി ആയിരുന്നു സ്കെൽട്ടൺ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ എന്താണ് യൂസ് ചെയ്തിരുന്നത്? കൊളോക്കിയൽ ഫോംസ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഹി ബിലോങ്സ് ടു ദ ഓൾഡ് ഇംഗ്ലീഷ് ഗ്രൂപ്പ്. എന്താണ്? ഹി ബിലോങ്സ് ടു ദ ഓൾഡ് ഇംഗ്ലീഷ് ഗ്രൂപ്പ്. ഓൾഡ് ഇംഗ്ലീഷ് ഗ്രൂപ്പിലായിരുന്നു അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്കെൽട്ടൺ ഉൾപ്പെട്ടിരുന്ന എന്ത് ഗ്രൂപ്പിലായിരുന്നു? ഓൾഡ് ഇംഗ്ലീഷ് ഗ്രൂപ്പ്. ട്യൂഡർ കോർട്ട് പ്രിഫർ കൗൺസിലേഴ്സ് വിത്ത് പ്രൊഫഷണൽ സ്കിൽസ് ഈവൻ ദേ വർ ലോവർ ബർത്ത് ആണെങ്കിൽ കൂടി ട്യൂഡർ കോർട്ട് പ്രിഫർ ചെയ്തിരുന്ന എങ്ങനത്തെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു? കൗൺസിലേഴ്സ് വിത്ത് പ്രൊഫഷണൽ സ്കില്ല്. ദരിദ്ര കുടുംബത്തിലുള്ളവരായിരുന്നാലും പ്രൊഫഷണൽ സ്കില്ലോട് കൂടിയുള്ള കൗൺസിലേഴ്സിനായിരുന്നു ട്യൂഡർ കോർട്ട് പ്രിഫർ ചെയ്തിരുന്നത്. His satires are about greed for position in the court and its corrupt practice. എന്താണ് സ്കെൽട്ടന്റെ സറ്റയേഴ്സ് എങ്ങനെയുള്ളതായിരുന്നു? എന്തിനെ പറ്റിയുള്ളതായിരുന്നു? ഗ്രീഡ് ഫോർ പൊസിഷൻ ഇൻ ദ കോർട്ടിലെ പൊസിഷന് വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹമുള്ള ആൾക്കാരെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന് സറ്റയറുകൾ ഉണ്ടായിരുന്നത്. ആൻഡ് കറപ്റ്റഡ് പ്രാക്ടീസ്, അതിൻ്റെതായ കറപ്റ്റഡ് ആയിട്ടുള്ള ലംഘിതമായിട്ടുള്ള പ്രാക്ടീസുകളെ പറ്റിയുമായിരുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. മോറിസ് ഇവാൻ ഒബ്സർവ്ഡ് അബൌട്ട് സ്കെൽട്ടൺ. എന്താണ് മോറിസ് ഇവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ സ്കെൽട്ടനെ പറ്റി ഒബ്സർവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം. മോസ്റ്റ് കൺസിഡറബിൾ പോയറ്റ് ബിറ്റ്വീൻ ചോസർ ആൻഡ് സ്പെൻസർ. ചോസറിൻ്റെയും സ്പെൻസറിൻ്റെയും ഇടയിലെ മോസ്റ്റ് കൺസിഡറബിൾ, നമുക്ക് നന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ജോൺ സ്കെൽട്ടൺ. ആൻഡ് ദ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ മിഡീവിയൽ ആൻഡ് ഹ്യൂമനിസ്റ്റ് ട്രഡീഷൻ. അതെന്താണ്? മിഡീവിയലും മിഡീവിയൽ ട്രഡീഷൻ്റെയും ഹ്യൂമനിസ്റ്റ് ട്രഡീഷൻ്റെയും ഒരു ഇടയിലുള്ള ഒരു ഇന്റർസെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഹിസ് വർക്ക്സ് ഈക്വലി കംപ്രൈസ്ഡ് വിത്ത് ദ കാൻറ്റർബറി ടെയിൽസിന് എന്താണ്? ഈക്വലി കംപ്രൈസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വർക്കുകൾ, ജോൺ സ്കെൽട്ടന്റെ വർക്കുകൾ. ഹിസ് മെറ്റീരിയൽസ് ആർ ചോസേറിയൻ ബട്ട് ഹിസ് അസംഷൻസ് ആർ ക്ലോസർ ടു ദ സ്പെൻസർ. എന്താണ് അദ്ദേഹത്തിന്റെ കവിതകളിലെ മെറ്റീരിയൽസ്? സ്കെൽട്ടന്റെ കവിതകളിലെ മെറ്റീരിയൽസ് എങ്ങനെയായിരുന്നു? ചോസേറിയൻ. പക്ഷെ എന്താണ് ക്ലോസർ, അദ്ദേഹത്തിന്റെ അസംഷൻസ് ആരുമായിട്ട് ക്ലോസർ ആണ്? സ്പെൻസറുമായിട്ട് ക്ലോസർ ആണ്. ഹിസ് അസംഷൻസ് ആർ ക്ലോസർ ടു സ്പെൻസർ. ദ ടൈം ഓഫ് സ്കെൽട്ടൺ writers were not free to speak their mind and were surrounded by conspiracies and intrigues at the court. എന്താണ്
ആ ഒരു സ്കെലട്ടന്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്ത് എങ്ങനെയായിരുന്നു റൈറ്റേഴ്സ് എഴുത്തുകാർക്ക് അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദേ വർ സറൗണ്ടഡ് ബൈ കോൺസ്പിറസീസ് ആൻഡ് ഇൻട്രിഗ്യൂസ് അറ്റ് ദ കോർട്ട്. കോർട്ടിലുള്ള കോൺസ്പിറസീസും ഇൻട്രിഗ്യൂസും സറൗണ്ട് ചെയ്തിട്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. വ്യാട്ട് ആൻഡ് സറേ അടുത്ത 2 റൈറ്റേഴ്സ് ആണ്. വ്യാട്ട് ആൻഡ് സറേ കുഡ് നോട്ട് റൈറ്റ് സാറ്റൈർസ്. വ്യാട്ടും സറയും ട്യൂഡർ പോയട്രിയിൽ വരുന്ന അടുത്ത 2 റൈറ്റേഴ്സ് ആണ് വ്യാട്ടും സറയും. അവരെങ്ങനെയാണ് എന്താണ് ഉപയോഗിച്ചിരുന്നത്? സറ്റയേഴ്സ് എഴുതിയിരുന്നില്ല. ദേ ടേൺഡ് ഇറ്റ് ഇൻ ടു കോർട്ട്ലി പോയറ്റ്. എന്താണ് അവർ കോർട്ട്ലി പോയറ്റിലേക്ക് അവര് ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ദെയർ വേഴ്സസ് ആർ നോൺ പൊളിറ്റിക്കൽ. അതുകൊണ്ട് തന്നെ അവരുടെ വേഴ്സസ് എങ്ങനെയായിരുന്നു? പൊളിറ്റിക്കൽ അല്ലായിരുന്നു, അതായത് രാഷ്ട്രീയപരമായിരുന്നില്ല. Between the two poets, Vyat's poetry is more considerable for its theme and form. എന്താണ് അതിൻ്റെ തീമിലും ഫോമിലും ഈ 2 പോയറ്റ്സ്, അതായത് വ്യാട്ട് ആൻഡ് സറേ, ഈ 2 പോയറ്റ്സിൽ ഒന്നും കൂടെ നോട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ കുറച്ചും കൂടിയൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പോയറ്റ് ആരായിരുന്നു? വ്യാട്ട്. ബിക്കോസ് ഓഫ് ഹിസ് തീം ആൻഡ് ഫോം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ പെട്രാർക്കിൻ സോണറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്താണ് അദ്ദേഹം ലിറ്ററേച്ചറിലേക്ക് ഒരു പെട്രാർക്കിൻ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കൊണ്ടുവന്നത്. പെട്രാർക്കിൻ സോണറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നത് ആരാണ്? വ്യാട്ട്. ഹി ബ്രോട്ട് ലവ് പോയട്രി ആൻഡ് ദ തീംസ് ആർ സീക്രസി ആൻഡ് അഡൾട്രസ്. അദ്ദേഹം എന്താണ് ലവ് പോയട്രി ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ തീം എന്താണ്? സീക്രസിയും അഡൾട്രസും. സീക്രസിയും അഡൾട്രസും ആണ് അദ്ദേഹത്തിൻ്റെ ലവ് പോയട്രിയിലെ തീംസുകളായിട്ടുണ്ടായിരുന്നത്. ഹി റോട്ട് ട്രഡീഷണൽ തീംസ് ഇൻ ഷോർട്ട് ലൈൻ മീറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഓൾഡ് ബല്ലാഡ്സ് ആൻഡ് പോയംസ് ഓഫ് 15th century. എന്താണ്? ഹി റോട്ട് ട്രഡീഷണൽ തീംസ്. അദ്ദേഹം എന്താണ് ട്രഡീഷണൽ തീംസ് ആണ് എഴുതിയിരുന്നത്. ഇൻ ഷോർട്ട് ലൈൻ മീറ്റേഴ്സ്, ഷോർട്ട് ലൈൻ മീറ്ററോട് കൂടിയുള്ള ട്രഡീഷണൽ തീംസിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നത്. എന്തിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ലൈൻ മീറ്റേഴ്സ് ആയിരുന്നു? ഓൾഡ് ബല്ലാഡ്സിലും 15th century പോയംസിലും ഉപയോഗിച്ചിട്ടുള്ള ഷോർട്ട് ലൈൻ മീറ്റേഴ്സോട് കൂടിയുള്ള ട്രഡീഷണൽ തീംസ് ആയിരുന്നു അദ്ദേഹം. ആ ഒരു രീതിയിലായിരുന്നു വ്യാട്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതിയിരുന്നത്. ഹി വാസ് നോൺ ആസ് പോയറ്റ് ഓഫ് ലവ് ലിറിക്സ്. എന്താണ് ലവ് ലിറിക്സിൻ്റെ, അതായത് പ്രണയം നിറഞ്ഞ പ്രണയത്തിൻ്റെ ലിറിക്സിലായിട്ടായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ലിറിക്സ് ആൻഡ് ഹി ഡിപ്ലോയ്ഡ് ദ പെട്രാർക്കിൻ സോണറ്റ്. അദ്ദേഹം പെട്രാർക്കിൻ സോണറ്റ് ഡിപ്ലോയ് ചെയ്തെടുത്തു. ഹി വാസ് ദ ഫസ്റ്റ് പോയറ്റ് ടു റൈറ്റ് സോണറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ആരാണ്? വ്യാട്ടാണ് ആദ്യത്തെ സോണറ്റ് ഇംഗ്ലീഷിലെ ആദ്യത്തെ സോണറ്റ് എഴുതിയിട്ടുള്ള ആളാരാണ്? വ്യാട്ട്. നെക്സ്റ്റ് ഫേസ് ഓഫ് ട്യൂഡർ പോയട്രി ഇൻക്ലൂഡ് ഫിലിപ്പ് സിഡ്നി. അടുത്ത ഫേസിൽ ട്യൂഡർ പോയട്രിയിലെ അടുത്ത ഫേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളാണ് ഫിലിപ്പ് സിഡ്നി. സിഡ്നി ആൻഡ് സ്പെൻസർ വേർ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ പോയറ്റിക് മോഡ് ഓൺ ദാറ്റ് ടൈം. സിഡ്നി സ്പെൻസറും ആണ് ആ ഒരു സമയത്തെ പോയറ്റിക് മോഡ് ഇൻഹെറിറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള 2 ആൾക്കാരാണ് സിഡ്നി ആൻഡ് സ്പെൻസർ. സ്പെൻസർ യൂസ്ഡ് സറ്റയേഴ്സ് ആസ് ദ നേറ്റീവ് ട്രെൻഡ്. നേറ്റീവ് ട്രെൻഡോട് കൂടിയിട്ടുള്ള സറ്റയേഴ്സ് ആയിരുന്നു സ്പെൻസർ ഉപയോഗിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ട്യൂഡർ പോയട്രി എന്നുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് സ്പെൻസേഴ്സ് ലൈഫ്, ദ മാൻ ആൻഡ് ദ പോയറ്റ്. എന്താണ് സ്പെൻസറിൻ്റെ ജീവിതം, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പോയറ്റ് എന്നുള്ള രീതിയിലുള്ള സ്പെൻസറിൻ്റെ ലൈഫിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. എഡ്മണ്ട് സ്പെൻസർ ബോൺ ഇൻ 1554 ലണ്ടനിൽ 1554 സ്പെൻസർ ജനിച്ചിട്ടുള്ളത്. സ്പെൻസറിന്റെ മുഴുവൻ പേരെന്താണ്? എഡ്മണ്ട് സ്പെൻസർ. ഹി വാസ് ബോൺ ഇൻ 1554 in London. He was related to the noble family but his family was poor. എന്താണ് അദ്ദേഹം ഒരു നോബിൾ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ എന്താണ് പുവർ ഫാമിലി, എന്താണ് വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിലും ഒരു നോബിൾ ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഹി ഏൺഡ് ദ ടൈറ്റിൽ ഓഫ് ജെന്റിൽമാൻ ഓൺ ഹിസ് എഡ്യൂക്കേഷൻ. അദ്ദേഹം ഒരു ടൈറ്റിൽ ഏൺ ചെയ്തിട്ട് എന്താണ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ അദ്ദേഹം ഏൺ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ആ ഒരു ടൈറ്റിൽ ഏൺ ചെയ്തിട്ടുള്ളത്? ഓൺ ഹിസ് എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ബേസിസിലാണ് ജെന്റിൽമാൻ എന്നുള്ള ഒരു ടൈറ്റിൽ
സ്പെൻസർ ഏൺ ചെയ്തിട്ടുള്ളത്. He attended the Merchant Taylor School and in 1569 he joined Pembroke College, Cambridge University. മെർച്ചന്റ് ടൈലേഴ്സ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. 1569 പെംബ്രോക്ക് കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പെടുന്ന പെംബ്രോക്ക് കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. ഇൻ 1573 he received his degree. 1573 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കരസ്ഥമാക്കി. ഇൻ 1576 മാസ്റ്റർ ഓഫ് ആർട്സ്, അതായത് അദ്ദേഹത്തിൻ്റെ MA അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ഹി ക്യാരിഡ് നോ പ്രിട്ടൻഷൻ ഓഫ് ബീയിങ് ജെന്റിൽമാൻ, ഈവൻ ഹി നർച്ചേർഡ് ദ അംബീഷൻ ഓഫ് ബിക്കമിങ് എ പോയറ്റ്. അദ്ദേഹത്തിന് ഒരു ജെന്റിൽമാൻ ആയിരിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള പ്രിട്ടൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ബിക്കമിങ് എ പോയറ്റ്, ഒരു പോയറ്റ് ആയിരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരു ജെന്റിൽമാൻ ആയിരിക്കുക എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. He hoped to acquire a position in the court of England. ഇംഗ്ലണ്ടിലെ കോർട്ടിൽ നല്ലൊരു പൊസിഷൻ അദ്ദേഹം അക്വയർ ചെയ്തെടുക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. He gained the knowledge of classical Greek and Latin title required for his poetic mission. He was familiar with French and Italian literature. എന്താണ്? He gained the knowledge of classical Greek and ലാറ്റിൻ ടൈറ്റിൽ. എന്താണ്? അദ്ദേഹം ക്ലാസിക്കൽ ഗ്രീക്കിൻ്റെയും ലാറ്റിൻ്റെയും നോളേജ് അദ്ദേഹം അതിനെ പറ്റിയുള്ള അറിവുകൾ അദ്ദേഹം ഗെയിൻ ചെയ്തെടുത്തു. അതെന്തിനാവശ്യമാണ്? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഹിസ് പോയറ്റിക് മിഷൻ. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് മിഷൻ ആവശ്യമായിട്ടുള്ള ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടൈറ്റിൽ അതിൻ്റെയൊക്കെ നോളേജ് അദ്ദേഹം ഗെയിൻ ചെയ്തെടുത്തു. നോളേജ് ഓഫ് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ക്ലാസിക്കൽ ഗ്രീക്കും ക്ലാസിക്കൽ ലാറ്റിനുമുള്ള നോളേജ് അദ്ദേഹം ഗെയിൻ ചെയ്തെടുത്തു ഫോർ ഹിസ് പോയറ്റിക് മിഷൻ. ഹി വാസ് ഫെമിലിയർ വിത്ത് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ ലിറ്ററേച്ചർ. അദ്ദേഹം എന്തുമായിട്ട് ഫെമിലിയർ ആണ്? ഫ്രഞ്ച് ലിറ്ററേച്ചറും ഇറ്റാലിയൻ ലിറ്ററേച്ചറും അദ്ദേഹത്തിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നന്നായി അറിയുന്ന കാര്യങ്ങളായിരുന്നു ഇറ്റാലിയൻ ലിറ്ററേച്ചറും ഫ്രഞ്ച് ലിറ്ററേച്ചറും. ഡ്യൂറിങ് കാംബ്രിഡ്ജ് സ്പെൻസർ ബിക്കം ഫ്രണ്ട്സ് വിത്ത് ഗബ്രിയൽ ഹാർവേ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഓഫ് ആർട്സ് പഠിച്ചതെന്നും പറഞ്ഞു. അവിടുന്ന്, അതായത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പെൻസർ ബിക്കം ഫ്രണ്ട് വിത്ത് ഗബ്രിയൽ ഹാർവേ. ഗബ്രിയൽ ഹാർവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ട്, റൈറ്ററുമായിട്ട് സ്പെൻസർ ഫ്രണ്ട്സായി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇൻ 1578 he served as secretary to the Bishop of Rochester. 1578 അദ്ദേഹം ബിഷപ്പ് ഓഫ് റോച്ചെസ്റ്ററിൻ്റെ സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്തു. ആൻഡ് 1579 he entered the service of the Earl of Leicester and made relation with Philip Sidney, the Earl's nephew. എന്താണ്? 1579 he entered the സർവീസ് ഓഫ് ഏൾ ഓഫ് ലൈസെസ്റ്റർ. ഏൾ ഓഫ് ലൈസെസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു സർവീസിലേക്ക്, ആ ഒരു സർവീസ് അതിലേക്ക് അദ്ദേഹം എൻ്റർ ചെയ്തു 1579 ആൻഡ് മെയ്ഡ് റിലേഷൻ വിത്ത് ഫിലിപ്പ് സിഡ്നി, ദ ഏൾസ് നെഫ്യൂ. ഏൾസിൻ്റെ നെഫ്യൂ ആയിട്ടുള്ള ഫിലിപ്പ് സിഡ്നിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തു സ്പെൻസർ. ഹി ഡെഡിക്കേറ്റഡ് ദ ഷെപ്പേർഡ്സ് കലണ്ടർ ടു സിഡ്നി. 1579 ഷെപ്പേർഡ്സ് കലണ്ടർ സ്പെൻസറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ് ദ ഷെപ്പേർഡ്സ് കലണ്ടർ. അത് 1579 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഫിലിപ്പ് സിഡ്നിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് ദ ഷെപ്പേർഡ്സ് കലണ്ടർ. ഇൻ 1584 he became deputy to the clerk of the Council of Munster in Ireland. അയർലാൻഡിലെ കൗൺസിൽ ഓഫ് മൺസ്റ്ററിൻ്റെ ക്ലർക്കായിട്ട് ഡെപ്യൂട്ടി ക്ലർക്കായിട്ട് അദ്ദേഹം ബിക്കം ചെയ്തു. ആൻഡ് 1589 he became deputy to the clerk of Council of Munster in Ireland. അയർലാൻഡിലെ ക്ലർക്ക് ഓഫ് ദ കൗൺസിൽ ഓഫ് മസ്റ്റർ ആയിട്ട് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തു 1584. In 1589 he went to Kew with Sir Walter Raleigh. സർ വാൾട്ടർ റാലിയുടെ കൂടെ അദ്ദേഹം സ്പെൻസർ 1589 ക്യൂനിനെ കാണാൻ പോയി. അവിടെ നിന്നാണ് ദെൻ ഹി റോട്ട് ഫസ്റ്റ് 3 ബുക്ക് ഓഫ് ദ ഫെയറി ക്യൂൻ. അതെന്താണ്? എപ്പിക് പോയമാണ് ഫെയറി ക്യൂൻ. അദ്ദേഹത്തിൻ്റെ എപ്പിക് പോയമായിട്ടുള്ള ഫെയറി ക്യൂനിൻ്റെ 6 ബുക്കുകളാണ് അതിലുള്ളത്. അതിൽ ആദ്യത്തെ ബുക്ക് എവിടെ നിന്നാണ്? റാലിയുടെ കൂടെ
ക്യൂനിനെ കാണാൻ പോയപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് 3 ബുക്ക് ഓഫ് ദ ഫെയറി ക്യൂൻ. ഇൻ റിട്ടേൺ ടു വെലറൈസേഷൻ ഓഫ് ക്യൂൻ he received a reward of an annuity of 50 pound. എന്താണ് ആ ഒരു പോയം, അതായത് ആ ഫെയറി ക്യൂനിൽ എന്താണ് നമ്മുടെ എലിസബത്ത് രാജ്ഞീനെ വാലറൈസേഷൻ ചെയ്യണം, അതായത് ക്യൂനിനെ പ്രശംസിച്ചു കൊണ്ടുള്ള വരികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫെയറി ക്യൂനിലുണ്ടായിരുന്നത്. അതിന് റിട്ടേൺ ആയിട്ട്, അതിന് പകരമായിട്ട് ക്യൂനിനെ വാലറൈസേഷൻ, അതായത് ക്യൂനിനെ പ്രശംസിച്ചു കൊണ്ടുള്ള രീതിയിലുള്ള പോയം ആയതുകൊണ്ട് അതിന് റിട്ടേൺ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? ഹി റിസീവ്ഡ് എ റിവാർഡ്, ഒരു റിവാർഡ് കിട്ടി ഓഫ് ആൻ ആന്യൂറ്റി ഓഫ് 50 pound. ആന്യൂറ്റി 50 poundന്റെ ഒരു ആന്യൂറ്റി അദ്ദേഹത്തിന് റിവാർഡായിട്ട് കിട്ടി. ഹി വാസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് ക്യൂൻസ് ചീഫ് മിനിസ്റ്റർ ലോർഡ് ബർഗ്ലി, സോ ഹി കുഡ് നോട്ട് റിസീവ് എനി ഫേവർ ഫ്രം ക്യൂൻസ് കോർട്ട്. എന്താണ് അദ്ദേഹം 50 pound അദ്ദേഹത്തിന് ക്യൂവിൻ്റെ വാലറൈസേഷൻ അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ എന്താണ് ക്യൂനിൻ്റെ, എലിസബത്ത് രാജ്ഞിയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ലോർഡ് ബർഗ്ലിയുമായിട്ട് അദ്ദേഹം തീരെ നല്ല ഒരു ടേംസിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേംസിലായിരുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിവാർഡ് അദ്ദേഹത്തിന് പിന്നെ കിട്ടാതായി. ഇൻ ഹീസ് മദർ ഹബേർഡ് ടൈൽ അദ്ദേഹത്തിൻ്റെ വേറൊരു റൈറ്റിങ്സ് ആണ് മദർ ഹബേർഡ് ടൈൽ. അതിലെന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഈ എക്സ്പ്രസ് ദ ആൻറ്റഗണിസം ടുവേർഡ്സ് ലോർഡ് ബർഗ്ലി. അദ്ദേഹം ആൻറ്റഗണൈസിങ് ടുവേർഡ്സ് ലോർഡ് ബർഗ്ലിയോടുള്ള അദ്ദേഹത്തിൻ്റെ ശത്രുത, അദ്ദേഹത്തിനുള്ള വിരോധം അദ്ദേഹം ആ ഒരു മദർ ഹബേർഡ് ടൈലിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യും. സ്പെൻസർ എക്സ്പ്രസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹി സെലിബ്രേറ്റ് ഹിസ് ലവ് ഫോർ എലിസബത്ത് ബോയൽ ഇൻ എമോറിറ്റി ആൻഡ് ഹി മാരീഡ് ഹെർ ഇൻ എപ്പിത്താലമിയോൺ. ഇറ്റ് വാസ് ഹിസ് സെക്കൻഡ് മാരേജ്. എന്താണ് അദ്ദേഹം എലിസബത്ത് ബോയലുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എലിസബത്ത് ബോയലുമായുള്ള ലവ്, അദ്ദേഹത്തിൻ്റെ പ്രണയമായിരുന്നു എമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു വർക്കിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി മാരീഡ് ഹെർ, അവളെ എലിസബത്ത് ബോയലിനെ സ്പെൻസർ മാരി ചെയ്തു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എപ്പിത്താലമിയോൺ എന്നുള്ള പോയത്തിലുണ്ടായിരുന്നത്. ഈ സ്പെൻസറിൻ്റെ രണ്ടാം വിവാഹമാണ് എലിസബത്ത് ബോയലുമായി നടന്നിട്ടുള്ളത്. എലിസബത്ത് ബോയലുമായിട്ടുള്ള സെക്കൻഡ് മാരേജ് ആണ്. ആ സെക്കൻഡ് മാരേജിലെ എലിസബത്ത് ബോയലുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എപ്പിത്താലമിയോണിലുണ്ടായിരുന്നത്. എലിസബത്ത് ബോയലിനോടുള്ള ലവ് ആയിരുന്നു എമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വേറൊരു കവിതയിലുണ്ടായിരുന്നത്. In 1596 he came to England and published his last 3 book of fairy tale. 1596 അദ്ദേഹം എങ്ങോട്ട് വന്നു? ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ബാക്കി 3 ബുക്കായിട്ടുള്ള ഫെയറി ക്യൂൻ എഴുതിയിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. In 1598 Irish rebels attacked and took his castle of Kilcolman. 1598 എന്താണ് ഐറിഷ് റിബൽസ് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ആൻഡ് ടുക്ക് ഹിസ് കാസ്റ്റിൽ ഓഫ് കിൽകോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാസ്റ്റില് അവർ അറ്റാക്ക് ചെയ്ത് കരസ്ഥമാക്കി കൊണ്ടുപോയി 1598. ഇറ്റ് ഹാപ്പൻഡ് അറ്റ് ദ ടൈം ഓഫ് സ്പെൻസർ designated ഷെറിഫ് ഓഫ് കോർക്ക് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു കാര്യം നടന്നത്. 1598 ഐറിഷ് റിബൽ നടന്നത്. ആ ഐറിഷ് റിബലിൽ അദ്ദേഹത്തിൻ്റെ കിൽകോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാസ്റ്റിൽ അറ്റാക്ക് ചെയ്ത് അവർ കരസ്ഥമാക്കി ഐറിഷ് റിബൽസ്. ഇനി നമ്മൾ ഇത്രയും നേരം നോക്കിയത് സ്പെൻസറിൻ്റെ ലൈഫാണ്, മാൻ ആൻഡ് എ പോയറ്റ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്ക്, ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സ്പെൻസറിൻ്റെ വർക്കുകളെ പറ്റിയാണ് ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹി ബിഗാൻ ഹിസ് റൈറ്റിംഗ് കരിയർ ഇൻ 1569. ഏത് വർഷത്തിലാണ്? 1569 അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയർ തുടങ്ങിയിട്ടുള്ളത്. എന്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയർ തുടങ്ങിയിട്ടുള്ളത്? With 22 verse translation of epigrams and sonnet published in a theatre wherein be represented as well the miseries and calamities that follow the voluptuous worldlings, and also great joy and pleasure
വിച്ച് ദേ എൻജോയ്. എന്താണ് 1569 അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് കരിയർ അദ്ദേഹം തുടങ്ങുന്നത്. ആര്? സ്പെൻസർ തുടങ്ങുന്നത്. എന്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് കരിയർ തുടങ്ങുന്നത്? 22 വേഴ്സ് ട്രാൻസ്ലേഷൻ ഓഫ് എപ്പിഗ്രാം ആൻഡ് സോണറ്റ്. എന്താണ് 22 വേഴ്സ്, 22 വരികളുള്ള ട്രാൻസ്ലേഷൻ ഓഫ് എപ്പിഗ്രാമിന്റെയും സോണറ്റിന്റെയും ട്രാൻസ്ലേഷനോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് കരിയർ 1569 തുടങ്ങിയിട്ടുള്ളത്. അതെന്താണ് പറയണത്? പബ്ലിഷ്ഡ്. അതിലെന്താണ് പറയണത്? എ തിയേറ്റർ വേർ ഇൻ ബി റെപ്രസെൻറ്റഡ് ആസ് വെൽ ആസ് ദ മിസറീസ് ആൻഡ് കലാമിറ്റീസ് ദാറ്റ് ഫോളോഡ് ബൈ വോളപ്റ്റസ് വേൾഡിങ്. വോളപ്റ്റസ് വേൾഡിങ് പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് വോളപ്റ്റസ്. അങ്ങനത്തെ ആ ഒരു റിലേഷനുമായിട്ടുള്ള ആൾക്കാർ വേൾഡിങ്സ് നേരിടുന്ന മിസറീസും കലാമിറ്റീസും ആണ് ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ആസ് ഓൾസോ ഗ്രേറ്റ് ജോയ് ആൻഡ് പ്ലഷർ വിച്ച് അവര് ആ വോളപ്റ്റസ് ആയിട്ടുള്ള വോളപ്റ്റസ് ആയിട്ടുള്ള ജനങ്ങള്, അങ്ങനത്തെ ആ ഫിസിക്കൽ റിലേഷൻ മൈൻഡോട് കൂടിയുള്ള ജനങ്ങൾ അനുഭവിച്ചിരുന്ന മിസറീസും കലാമിറ്റീസും ആയിരുന്നു അതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരനുഭവിക്കുന്ന ജോയ്സ് ആൻഡ് പ്ലഷർ, അതിനെയൊക്കെ പറ്റിയായിരുന്നു ആ ഒരു 22 വേഴ്സ് ട്രാൻസ്ലേഷൻ ഓഫ് എപ്പിഗ്രാം ആൻഡ് സോണറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇൻ 1579 ഹി anonymously published ഷെപ്പേർഡ്സ് കലണ്ടർ. എന്താണ് 1579 അദ്ദേഹം ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വേറൊരു വർക്ക് പബ്ലിഷ് ചെയ്തു. എങ്ങനെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അനോണിമസ്ലി, അതായത് പേര് വെളിപ്പെടുത്താതെയാണ് അദ്ദേഹം സ്പെൻസർ എന്നുള്ള പേര് വെക്കാതെ, സ്പെൻസറിന് പേര് വെക്കാതെ അദ്ദേഹം വേറൊരു പേരിൽ അനോണിമസ്ലി ആണ് അദ്ദേഹം ഈ ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പോയം 1579 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. It was considered the beginning of Elizabethan poetic renaissance. This book was a collection of 12 eclogues, ഷോർട്ട് പാസ്റ്ററൽ പോയം. എന്താണ് ഈ ഒരു ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറഞ്ഞത് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ദ ബിഗിനിങ് ഓഫ് എലിസബത്തൻ പോയറ്റിക് റിനസൻസ്. എലിസബത്തൻ പോയറ്റിക് റിനസൻസിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഈ ഒരു പോയത്തിനെ ഷെപ്പേർഡ്സ് കലണ്ടറിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത് എന്താണ്? ദിസ് ബുക്ക് വാസ് എ കളക്ഷൻ ഓഫ് 12 എക്ലോഗ്സ്. 12 എക്ലോഗ്സിന്റെ കളക്ഷൻ ആണ് ഈ ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെൻസറിന്റെ ബുക്ക്. 12 എക്ലോഗ്സ് എന്ന് പറഞ്ഞാൽ, എക്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പാസ്റ്ററൽ പോയം, അതായത് ചെറിയ പാസ്റ്ററൽ ആ ഒരു ഗ്രാമീണത പറഞ്ഞിട്ടുള്ള പോയങ്ങളായിരുന്നു. അതാണ് എക്ലോഗ്സ് എന്ന് പറഞ്ഞാൽ. 12 എക്ലോഗ്സ് ആണ് ഷെപ്പേർഡ്സ് കലണ്ടർ. ഈച്ച് പോയം ബോർ ദ നെയിം ഓഫ് ദ മന്ത് ഇറ്റ് വാസ് ഇസ് പോയറ്റിക് എക്സ്പെരിമെന്റ്. എന്താണ് ഓരോ പോയത്തിന്റെ ഹെഡിങ് എന്ന് പറഞ്ഞത് എന്താണ്? ദ നെയിം ഓഫ് ദ മന്ത്. ഒരു 12 മാസങ്ങളുടെ പേരായിരുന്നു ആ ഓരോ പോയത്തിന്റെയും പേര് എന്ന് പറഞ്ഞതല്ലേ. അത് കടമെടുത്തതാണ്. ഈച്ച് പോയം ബോർ ദ നെയിം ഓഫ് മന്ത്. ആ ഓരോ പോയമും ഓരോ മാസത്തിന്റെ പേര് കടമെടുത്തിട്ടായിരുന്നു അദ്ദേഹം ഷെപ്പേർഡ്സ് കലണ്ടർ എഴുതിയിട്ടുള്ളത്. ഇതെന്താണ്? അദ്ദേഹത്തിന്റെ ഒരു പോയറ്റിക് എക്സ്പെരിമെന്റ് കൂടി ആയിരുന്നു കേട്ടോ. പോയംസ് സബ്ജക്റ്റ് ഇൻക്ലൂഡ്. അദ്ദേഹത്തിന്റെ ഈ ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ സബ്ജക്റ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു നോക്കാം നമുക്ക് ഇനി കേട്ടോ. ദ ലാമെന്റ് ഓഫ് എ ഡിജക്റ്റഡ് ലവ് ഹോപ്പ്ലെസ്ലി പെർസ്യൂയിങ് ദ ബിലൗഡ്. എന്താണ് ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണ്? ദ ലാമെന്റ് ഓഫ് എ ഡിജക്റ്റഡ് ലവ് ഹോപ്പ്ലെസ്ലി പെർസ്യൂയിങ് ദ ബിലൗഡ്. ലാമെന്റ് ഓഫ് നല്ല ഒരു ഡിജക്റ്റ് ആയിട്ടുള്ള ലവിന്റെ, അതായത് പ്രതീക്ഷയില്ലാതെ ഒരാൾ അദ്ദേഹത്തിന്റെ ബിലൗഡിനെ പെർസ്യൂ ചെയ്യുന്നതിന്റെ ആ ഒരു സങ്കടത്തെയും റിജക്ഷനെയൊക്കെ പറ്റിയിട്ടായിരുന്നു ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് വൺ ദ ഡയലോഗ് ബിറ്റ്വീൻ ഏജ് ആൻഡ് യൂത്തിൻ്റെയും ഏജിൻ്റെയും ഇടയിലുള്ള ഡയലോഗ്സ് ആയിരുന്നു. സോങ് കോണ്ടസ്റ്റ് ഫോർ എ റസ്റ്റിക് പ്രൈസ്. അടുത്ത ടോപ്പിക് എന്താണ്? ഒരു സോങ് കോണ്ടസ്റ്റ്, ഒരു റസ്റ്റിക് പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഒരു സോങ് സോങ്ങിൻ്റെ മത്സരമായിരുന്നു അടുത്ത ടോപ്പിക്ക്. സെലിബ്രേഷൻ ഓഫ് ഗ്രേറ്റ് ഫിഗേഴ്സിൻ്റെ സെലിബ്രേഷൻ ആണ് വേറൊരു സബ്ജക്റ്റ്. എലജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം, നമ്മൾ സങ്കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയായിരുന്നു വേറൊരു സബ്ജക്റ്റ്. ദ സ്ട്രഗിൾ ഓഫ് എ പോയറ്റ് ഹൂസ് വർക്ക് റീമെയിൻ അൺറിവാർഡഡ്. ഒരു പോയറ്റിൻ്റെ സ്ട്രഗിളുകൾ എന്തൊക്കെയായിരുന്നു? നമ്മളെ പോയത്തിന് ഒരു റിവാർഡൊന്നും കിട്ടാത്തതിനെ പറ്റിയുള്ള ഒരു പോയറ്റിൻ്റെ സങ്കടങ്ങളെ പറ്റിയും അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലുണ്ടായിരുന്നത്. പിന്നെ
juxtaposition of a pastoral simplicity and corruption accompanied by ഗ്രീഡുമായിട്ട് അക്കമ്പനി ചെയ്തിട്ടുള്ള പാസ്റ്ററൽ സിംപ്ലിസിറ്റിയും കറപ്ഷൻ്റെ ഒക്കെ ജക്സ്റ്റപ്പോസിഷൻ ഇതൊക്കെ ആയിരുന്നു സ്പെൻസറിൻ്റെ വർക്കിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷയങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതിയിരുന്നത്. ഇൻ 1590 ദ ഫെയറി ക്യൂൻ ബ്രോട്ട് ഹിം ഇൻസ്റ്റന്റ് ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ. എന്താണ് 1590 സ്പെൻസറിന് ദ ഫെയറി ക്യൂന് എന്ത് നല്ലൊരു ഫെയിമും റെക്കഗ്നിഷനും കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറയണത്. നല്ല ആ ഒരു റൈറ്റിങ്സോട് ദ ഫെയറി ക്യൂവിൻ്റെ റൈറ്റിങ്സോട് കൂടി അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയും അതായത് പോലെ റെക്കഗ്നിഷൻ തിരിച്ചറിയാൻ തുടങ്ങി. ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ തുടങ്ങി. ഹിസ് കളക്ഷൻ ഓഫ് 12 books വാസ് കറസ്പോണ്ടഡ് വിത്ത് ദ 12 moral virtues ആസ് എക്സ്പൗണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ. എന്താണ് അദ്ദേഹത്തിൻ്റെ 12 books ഓഫ് കളക്ഷൻ 12 ബുക്കിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഈ വാസ് കറസ്പോണ്ട് വിത്ത് ദ 12 moral virtues ആസ് എക്സ്പൗണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ എക്സ്പൗണ്ട് ചെയ്തിട്ടുള്ള 12 moral virtues ആയിരുന്നു എന്ത് ഈ 12 books ഓഫ് കളക്ഷൻ ഓഫ് 12 books എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 12 ബുക്കുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞത് എന്ത് കറസ്പോണ്ട് ചെയ്തിട്ടുള്ളതായിരുന്നു? അരിസ്റ്റോട്ടിലിൻ്റെ 12 moral virtuesനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് 12 books എന്ന് പറഞ്ഞാൽ. പിന്നെ ഇറ്റ് ഈസ് അബൌട്ട് ആർതർ ബിഫോർ ബിക്കമിങ് ദ കിങ്. ആർതർ കിങ്ങിനെ പറ്റിയായിരുന്നു. അത് എപ്പോൾ കിങ് ആവുന്നതിന് മുന്നേയുള്ള ആർതറിനെ പറ്റിയിട്ടുള്ള കവിതകളായിരുന്നു അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് 3 books ഓഫ് ദ ഫെയറി ക്യൂൻ were published with the dedication of the ക്യൂൻ ആൻഡ് ഹിസ് ഫേമസ് എക്സ്പ്ലനേറ്ററി ലെറ്റർ ടു റാലി. എന്താണ് ആദ്യത്തെ 3 ബുക്ക്? എന്താണ് ഫെയറി ക്യൂൻ്റെ ആദ്യത്തെ 3 ബുക്ക് പബ്ലിഷ് ചെയ്തത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്? ക്യൂൻ എലിസബത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടായിരുന്നു ആ ഫെയറി ക്യൂൻ എന്ന് പറഞ്ഞ ബുക്കിൽ ആദ്യത്തെ 3 പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. അതെന്താണ്? ഹിസ് ഫേമസ് എക്സ്പ്ലനേറ്ററി റാലിക്ക് ലെറ്റർ എഴുതുന്നുണ്ട് അദ്ദേഹം. സർ വാൾട്ടർ റാലിക്ക് ലെറ്റർ എഴുതുന്നുണ്ട്. ആ ഒരു ലെറ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി ആയിരുന്നു അത് ആ ഒരു ബുക്ക് എന്ന് പറഞ്ഞത്. ഇൻ 1596 book 1 to 6 were published in London with the dedication of Elizabeth. ലണ്ടനിൽ വെച്ച് 1591 ദ ഫെയറി ക്യൂവിൻ്റെ ഫുൾ ബുക്ക് 1 to 6 ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൽ ആ മുഴുവൻ ബുക്കിൽ എന്തായിരുന്നു? ഡെഡിക്കേഷൻ ടു ക്യൂൻ എലിസബത്തിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലണ്ടനിൽ വെച്ചിട്ടാണ് ആ ഫെയറി ക്യൂവിൻ്റെ മുഴുവൻ ബുക്കും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇൻ 1596 in 1591 he wrote Daphonida, an elegy of a noble and virtuous Douglas Howard. ആ ഈ ഒരു ബുക്ക് പബ്ലിഷ് എഴുതിയിട്ടുള്ളത് 1591 ഇനി 1595 1595 അദ്ദേഹം എഴുതിയിട്ടുള്ള കുറച്ച് 2-3 റൈറ്റിംഗ്സ് വർക്കുകളാണ്. കോളിൻ ക്ലോട്ടസ് കം ഹോം അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് 1959 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അമോറിറ്റി ആൻഡ് എപ്പിത്താലമിയോണും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1595 കേട്ടോ. എമോറിറ്റിയിൽ എന്താണ് പറയുന്നത്? സോണറ്റ് സീക്വൻസ് ഓഫ് ലവ് പോയംസിൻ്റെ സോണറ്റ് സീക്വൻസ് ആണ് എമോറിറ്റിയിലുള്ളത്. എപ്പിത്താലമിയോൺ സെലിബ്രേറ്റ് ഓഫ് ഹിസ് മാരേജ് വിത്ത് എലിസബത്ത് ബോയലുമായിട്ടുള്ള മാരേജിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയമായ എപ്പിത്താലമിയോണിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇൻ 1596 ഫോർഹൈം ആൻഡ് പ്രോത്താലമിയോൺ ഇത് രണ്ടും എഴുതിയിട്ടുള്ളത് എപ്പോഴാണ്? 1596 ഫോർഹൈംസും പ്രോത്താലമിയോണും എഴുതിയിട്ടുള്ളത് 1596 പബ്ലിഷ് ചെയ്തത് 1596. പിന്നെ ഇൻ 1609 2 cantos of mutability എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തു. ആൻഡ് 1633 എ വ്യൂ ഓഫ് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അയർലാൻഡ് പബ്ലിഷ് ചെയ്തത് 1633. ഈ രണ്ട് ബുക്കും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? പോസ്റ്റ്മസ്ലി ആഫ്റ്റർ ദ ഡെത്ത്. പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞാൽ മരണശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ്. മരണശേഷം പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞത്. മരണശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ്
ഈ രണ്ട് ബുക്കുകൾ, 2 Cantos of Mutabilities and a View of the Present State of Ireland. 1599 അദ്ദേഹം മരിച്ചിട്ടുള്ളത് കേട്ടോ. 1599 ഡയഡ്. അതുകൊണ്ട് തന്നെ 1599 1609 1633 അദ്ദേഹത്തിന്റെ ഈ രണ്ട് വർക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, സ്പെൻസർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? പോയറ്റ്. സ്പെൻസർ അറിയപ്പെട്ടിരുന്നത് പോയറ്റുകളുടെ പോയറ്റ്, കവികളുടെ കവിയായിട്ടാണ് എഡ്മണ്ട് സ്പെൻസറിനെ അറിയപ്പെട്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 3rd യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം.